കേരളത്തിൽ 1000-ലേറെ പഞ്ചായത്തുകളുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ട ധാരാളം ജനപ്രതിനിധികളുണ്ട്. അതിൽ തന്നെ വ്യത്യസ്തമായ വികസന കാഴ്ചപ്പാടുകൾ വെച്ചുപുലർത്തുന്ന ജനപ്രതിനിധികളുണ്ട്. അടിസ്ഥാനപരവും മൗലികവുമായ വികസന മാതൃകകളെ കേന്ദ്രീകരിച്ചുള്ള വികസന പദ്ധതികൾ വിരളമെങ്കിലും നിലവിലുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് വേണ്ടി പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനപ്പുറം ജനങ്ങളുടെ സജീവ പങ്കാളിത്തത്തോടെ ആവിഷ്കരണത്തിലും നടത്തിപ്പിലും പൂർണ്ണമായും ജനപങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന പദ്ധതികൾ വളരെ കുറവാണ്. ഈ ഒരു തലത്തിലാണ് പൂക്കോട്ടുകാവ് പഞ്ചായത്ത് മാതൃകയാവുന്നത്. കേരളത്തിലെ ഏറ്റവും ഉൾനാടൻ ഗ്രാമങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പഞ്ചായത്ത് കേരളത്തിന് മുഴുവൻ മാതൃകയാകാവുന്ന പദ്ധതികൾ മുന്നോട്ട് വയ്ക്കുന്നു എന്ന പ്രത്യേകത കൂടി പൂക്കോട്ടുകാവ് പഞ്ചായത്തിനുണ്ട്. ജനാവിഷ്കാരയിലൂടെ നമുക്ക് പരിചയപ്പെടാം പൂക്കോട്ടുകാവ് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ ജയദേവനെ. പൂക്കോട്ടുകാവ് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ് സ്ത്രീകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കിണർ നിർമ്മാണം. ജയദേവേട്ടൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പാതാളത്തോളം കുഴിച്ച് ആകാശത്തോളം ഉയർന്നത്. ഈ പദ്ധതി സമൂഹത്തിലെ വിവിധ അടരുകളെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ്. സ്ത്രീ പ്രാതിനിധ്യം, അടിസ്ഥാനവർഗ പ്രാതിനിധ്യം, വരൾച്ച പോലുള്ള ഒരു പരിസ്ഥിതി പ്രശ്നം. അപ്പോൾ ഇത്തരമൊരു പദ്ധതി രൂപം കൊള്ളുന്നത് എങ്ങനെയാണ്? മാത്രമല്ല ഇത് മുന്നോട്ട് വെക്കുന്ന മറ്റ് സാധ്യതകൾ എന്തൊക്കെയാണ്? ഞങ്ങളുടെ ഇപ്പോൾ ഒരു വർഷത്തെ പദ്ധതിയാണ് കഴിഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ വർഷം ഇപ്പോൾ തുടങ്ങുകയാണല്ലോ. അപ്പം കഴിഞ്ഞ വർഷത്തിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു കാര്യം കുടിവെള്ള സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കായിരുന്നു. കാരണം ഞങ്ങളുടെ പഞ്ചായത്ത് ഇവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ളൊരു പ്രദേശമാണ്, കുറച്ചൊരു ഉയർന്ന പ്രദേശമാണ്. അതുകൊണ്ട് ഈ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു പുഴയോ ഒരു വെള്ളമുള്ള തോട് പോലും ഈ പഞ്ചായത്തിലേക്കൊന്നും വരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഞങ്ങൾ തന്നെ കണ്ടെത്തേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വെള്ള സംരക്ഷണത്തിന് വലിയ പ്രാധാന്യമാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം ആയിരുന്നു ഈ തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തിയിട്ട് കിണർ ചെയ്യാന്നുള്ളത്. അപ്പോൾ ആദ്യം സ്വാഭാവികമായിട്ടും അത് വിഷമം തന്നെയായിരുന്നു. കാരണം സ്ത്രീകളാണ് കൂടുതൽ തൊഴിലുറപ്പിലുള്ളത് എന്നുള്ളതുകൊണ്ട് അവർക്ക് ഈ കിണർ കുഴിക്കുന്നത് പോലെയുള്ള ഒരു ജോലി ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണുള്ള ഒരു പൊതുധാരണ. ഇത് മാത്രമല്ല, ഇപ്പോൾ സംസ്ഥാന തലത്തിലൊക്കെ തൊഴിലുറപ്പിൽ ഇത് ചെയ്യാം എന്നൊരു കൊല്ലം മുമ്പ് 2 കൊല്ലം മുന്നേ ഒക്കെ പറയുമ്പോൾ അതിന്റെ വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ പറയുന്നത് സ്ത്രീകളായതുകൊണ്ട് നിയമപ്രകാരം ചെയ്യാൻ ബുദ്ധിമുട്ടില്ല, പക്ഷെ സ്ത്രീകൾക്കത് പ്രായോഗികമായി സാധിക്കില്ല എന്നുകൊണ്ട് മാറ്റിവെച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഞങ്ങളതൊരു 5-8 മാസം മുന്നേ തുടങ്ങി. അതിന് നല്ലൊരു ടീം ഞങ്ങളുടെ കൂടെ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെയുണ്ട്. അതെല്ലാം യാദൃശ്ചികമായിട്ടാണെങ്കിലും സ്ത്രീകളാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങളൊരു 190ഓളം കിണറുകൾ ഇപ്പോൾ കുഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരു 3-4 കൊല്ലം കൊണ്ട് ആവശ്യമായ എല്ലാവർക്കും കിണർ കുഴിച്ചു കൊടുക്കാൻ സാധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അതിനുള്ള ഒരു എന്താ പറയുക വിഭവം ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. എന്ന് വെച്ചാൽ കഷ്ടി ഒരു 300ഓളം തൊഴിലാളികൾ, സ്ത്രീ തൊഴിലാളികൾ ഇപ്പോൾ കിണർ കുഴിക്കുന്നതിൽ നല്ല എക്സ്പേർട്ടുകളായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് അതിൻ്റെ ആ സ്ഥലമൊക്കെ പോയി നോക്കിയാൽ അറിയാൻ പറ്റും. ആദ്യത്തെ കിണർ എന്നുള്ളത് ഒരു കിണർ കുഴിയായിരുന്നു. പക്ഷെ ഞങ്ങളൊരു 100ാമത്തെ കിണറിൻ്റെ ഒരു ആഘോഷമൊക്കെ നടത്തണ്ടായി. 100ാമത്തെ കിണറൊക്കെ ഒരു ശില്പഭംഗിയുള്ള ഒരു കിണറാണ്. വളരെ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾ ഒരു പ്രത്യേക ഒരു പരിശീലനം ഇല്ലാതെ വലിയ താഴ്ചയുള്ള കിണറുകളിലൊക്കെ നല്ല മനോഹരമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനതാണ് പറഞ്ഞത്, ഒരു 300ഓളം സ്ത്രീകൾ. അപ്പോൾ എൻ്റെ ഒരു അവകാശവാദം എന്താണെന്ന് വെച്ചാൽ ഒരു 300 സ്ത്രീകളൊക്കെ കിണർ കുഴിക്കുന്ന ഒരു പഞ്ചായത്ത് ഇന്ത്യയിൽ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. 3000 സ്ത്രീകൾ വെള്ളമെടുക്കുന്ന കിണറുകൾ ഇന്ത്യയിലുണ്ടാവും, പക്ഷെ 300 സ്ത്രീകൾ കിണറുകൾ കുഴിക്കുന്ന ഒരു പഞ്ചായത്ത് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതിൽ മിക്കവാറും എണ്ണത്തിൽ വെള്ളമുണ്ട്. ഒരു 4-5 എണ്ണത്തിലാണ് വെള്ളം പാറയൊക്കെ ആയിട്ട് വെള്ളം ഇല്ലാത്തത്. ബാക്കി എല്ലാ കിണറുകളിലും വെള്ളമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ വേനൽക്കാലത്ത് മെയ് മാസത്തിൽ വീണ്ടും കിണർ കുഴി ആരംഭിക്കുകയാണ്. അതുകൂടാതെ ഞങ്ങൾ ചെയ്തിട്ടുള്ളൊരു കാര്യം കിണറുകൾ റീചാർജ് ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. അതിപ്പോൾ ഒരു 10-200ഓളം കിണറുകൾ ചെയ്തു. അപ്പോൾ സാധിക്കുമെങ്കിൽ ഈ ഒരു 4-5 കൊല്ലം കൊണ്ട് പരമാവധി കിണറുകൾ കുഴിക്കുക, എല്ലാ കിണറുകളും റീചാർജ് ചെയ്യുക എന്നുള്ള 6000 രൂപ പഞ്ചായത്തിൽ നിന്ന് തൊഴിലുറപ്പിൽ തന്നെ പിടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായി. പിന്നെ ധാരാളം കുളങ്ങളുമൊക്കെ തന്നെ അതൊക്കെ പല സ്ഥലത്തും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് കൂടുതൽ എടുത്തു പറയേണ്ടതായിട്ടില്ല എന്നുള്ളതുകൊണ്ട് അതങ്ങനെ സൂചിപ്പിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. കുളങ്ങളും ജലാശയങ്ങളും ഒക്കെ സംരക്ഷിച്ച് തൊഴിലുറപ്പിൽ തന്നെ പിടിപ്പിച്ചിരുന്നുണ്ട്. ഈ കിണറുകളുടെ ഇപ്പോൾ ഞങ്ങളുടെ ഒരു മാതൃകയെല്ലാം പിന്തുടർന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ
അത് വരുന്നുണ്ട് എന്നുള്ളൊരു സന്തോഷം കൂടി ഇപ്പോൾ. തുടക്കത്തിലൊക്കെ ഇപ്പോൾ ഒരു വീട്ടിലാണല്ലോ നമ്മൾ ചെയ്യുന്നത്, വീട്ടുകാർക്കാണ്. അപ്പൊ അവരെ അതിലെ പുരുഷന്മാരായിട്ടുള്ള ചില ആൾക്കാരൊക്കെ സഹായിച്ചിട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ. പക്ഷെ ഒരു 5-6 കഴിഞ്ഞപ്പോൾ പിന്നെ അതിന്റെ ഒരു ആവശ്യമില്ലാത്ത വിധത്തിൽ നമ്മൾ പലപ്പോഴും തൊഴിലാളികളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവരൊക്കെ വളരെ വിദഗ്ധരാണ്. പിന്നീട് ഒരു സഹായവും ആവശ്യമില്ലാത്തത്. അതിൽ ആ കിണറിന്റെ ഇവിടെ ഈ പാമ്പേരി എന്നാ പറയാ, അങ്ങനെ സ്റ്റെപ്പായിട്ടുള്ളത്, അതെല്ലാം ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ അവർ എവിടുന്നാണ് ഇത് പഠിച്ചു വന്നിട്ടുള്ളതെന്ന് നമുക്കൊരു സംശയം. ഒരു പഠിപ്പുമില്ല. വളരെ സാധാരണ പണിക്ക് പോകുന്ന സ്ത്രീകള് അത് കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു 5-6 കഴിഞ്ഞപ്പോഴേക്ക് അതിന്റെ ഒരു ആവശ്യം, ഒരു മറ്റൊരു സഹായം ആവശ്യമില്ലാത്ത വിധത്തിൽ അവര് വിദഗ്ധരായിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ അടുത്ത വർഷം ഈ കിണറുകൾക്കെല്ലാം ആൾമറ കെട്ടി കൊടുക്കണം എന്നൊരു ഉദ്ദേശമാണുള്ളത്. അപ്പൊ ഞങ്ങളുടെ തൊഴിലാളികളാകെ അതിൽ സന്തുഷ്ടരാണ്. എന്ന് മാത്രമല്ല, ഇപ്പൊ അത് വേറൊരു കാര്യം എന്താ വെച്ചാൽ, പൊതുവെ ഈ തൊഴിലുറപ്പിനെയൊക്കെ ഒരു 2ാം കടയായി കാണുന്ന ഒരു രീതിയുണ്ട്. അപ്പോ ഞാനതിലാദ്യം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, തൊഴിലിന്റെ മഹത്വത്തെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവര് സ്വാഭാവികമായിട്ടും ആത്മവിശ്വാസമുള്ളവരാവും, സന്തുഷ്ടരാവും. വാസ്തവത്തിൽ 240 റുപ്യ കൂലിയുള്ളൂ. ആ കൂലിക്ക് ഇവിടെ പുറത്ത് ഒരാളെ കിണർ പണിക്ക് വിളിച്ചാൽ 800 റുപ്യ കൊടുക്കേണ്ടി വരും. അപ്പൊ ആ സ്ഥാനത്താണ് 240 രൂപയ്ക്ക് ഈ സ്ത്രീകൾ ഇത്രയും റിസ്കി ആയിട്ടുള്ള ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് കൂലി കുറവാണ് കമ്പാരിറ്റീവ്ലി. അവർക്കൊരു അംഗീകാരം കുറവാണെങ്കിലോ. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ നാട്ടിലെ കായിക അധ്വാനത്തിന് ആളില്ലാത്തത്. അതുകൊണ്ട് കായികമായി അധ്വാനിക്കുന്നവനെ ബഹുമാനിക്കുക എന്നൊരു ശീലം സമൂഹത്തിനുണ്ടായാൽ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ കാണിക്കാൻ സാധിക്കും എന്നാണ് ഈ കിണർ കുഴിക്കലുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഒരു അനുഭവം. അപ്പോൾ വാസ്തവത്തിൽ ഇതിന്റെ ഒരു ക്രെഡിറ്റും എനിക്കോ ഭരണസമിതിക്കോ ഉള്ളതല്ല. 100% ക്രെഡിറ്റും ആ തൊഴിലാളികൾക്കുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നാട്ടിൽ അവർക്ക് അതിന്റെ ഒരു അംഗീകാരം കൂടിയും കിട്ടിയപ്പോൾ എന്തും ചെയ്യാൻ അവർ മാനസികമായിട്ട് തയ്യാറായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതാണ് ഈ കിണർ കുഴിയുടെ ഞങ്ങളുടെ മറ്റൊരു റിസൾട്ട് എന്ന് പറയുന്നത്. അതാണ് ഈ കിണറിന്റെ റിസൾട്ട് മാത്രമല്ല ഉള്ളത്, ഇതിനേക്കാൾ വലിയ ജോലികൾ ചെയ്യാൻ അവർ സന്നദ്ധരായി എന്നുള്ളതാണ് ഇപ്പോൾ കാണേണ്ട ഒരു കാര്യം. പൂക്കോട്ടയിലെ ജനങ്ങളുടെ പൊതുവിലുള്ള ഒരു സ്വീകാര്യത ഈ വിഷയത്തിൽ വളരെ പ്രധാനമാണ്. അത് ഏത് തരത്തിലായിരുന്നു? ഇതില് ഞങ്ങൾക്ക് വ്യാപകമായിട്ടുള്ള അംഗീകാരമാണ് ഈ കിണർ കുഴിക്കുന്ന കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. കാരണം ഇതില് ഒന്നും നമ്മൾ നോക്കുന്നില്ലല്ലോ. ഇപ്പൊ എല്ലാവർക്കും, ആവശ്യമുള്ള എല്ലാവർക്കും കിണറുകൾ എന്നുള്ളതാണ്. അതിൽ മറ്റൊരു തരം പരിഗണനയുമില്ല. അപേക്ഷകരുടെ എണ്ണം കൂടുമ്പോൾ അതിന്റെ കിട്ടാൻ കുറച്ച് താമസം വരും എന്നുള്ളത് മാറ്റി നിർത്തിയാൽ, കാരണം ഇത്ര ആളല്ലേ കുഴിക്കാനുള്ളൂ, അത് മാറ്റി നിർത്തിയാൽ എല്ലാവർക്കും കിണർ കുഴിച്ച് കൊടുക്കാൻ നാളെ സാധിക്കും എന്നതുകൊണ്ട്, പിന്നെ ഇതൊരു റിസൾട്ടാണല്ലോ, ആൾക്കാരിങ്ങനെ വിസിബിൾ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് വലിയ പ്രശംസയാണ്, അംഗീകാരമാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അത് തൊഴിലുറപ്പിനെ പറ്റി, അല്ലെങ്കിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ പറ്റി, ആ ഒരു സ്കീമിനെ പറ്റി നാട്ടിലുണ്ടായിട്ടുള്ള ഒരു അവമതിപ്പുണ്ട്. തൊഴിലിരിപ്പ് എന്നൊക്കെ ആളുകൾ കളിയാക്കും, പുല്ലിന്റെ തലപ്പ് വെട്ടുകയാണെന്നൊക്കെ പറയും. അപ്പൊ അതിൽ നിന്നൊരു വലിയ മാറ്റം ഉണ്ടായി എന്നുള്ളതാണ്. അത് മാത്രമല്ല നടക്കുന്നത് എന്ന ഒരു ബോധ്യപ്പെടലിന് കൂടി ഇത് സഹായിച്ചിട്ടുണ്ട്. ആളുകളുടെ ഭാഗത്തു നിന്നുള്ള വലിയ അംഗീകാരം ഉണ്ടായിട്ടുണ്ട്. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് വക തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ട് കുഴിച്ച കിണറാണ്. ഞങ്ങള് 6 ആളാണ് ഇതിൽ പണിയെടുത്തായിരുന്നത്. പിന്നെ എല്ലാരും ഇറങ്ങുകയൊക്കെ ചെയ്തായിരുന്നു. എന്താ വെച്ചാൽ അതിന് ഏണിയുടെ എന്തിന്റെ ഒന്നും ആവശ്യമില്ല, ഇങ്ങനെ പാമ്പേരി ഉണ്ടാവും കൊണ്ട് കയറ് പിടിച്ചിട്ടാണ് ഇറങ്ങിയായിരുന്നത്. വെള്ളം കണ്ടപ്പോ സന്തോഷായി. വെള്ളം കണ്ടപ്പോ സന്തോഷായി. പാറ കണ്ടപ്പോ നല്ല സങ്കടം വന്നു. ഇവിടെ ഒരാൾക്ക് കൂലി കൊടുക്കണല്ലോ. പിന്നെ വെള്ളമൊക്കെ കണ്ടപ്പോ പിന്നെ ഏതായാലും ആയി, കിണറിന്റെ എല്ലാം ശരിയാക്കാന്ന് വിചാരിച്ചു ഞാൻ. അപ്പൊ കല്ലൊക്കെ കൊടുന്നൊക്കെ ലോൺ എടുത്തു. കല്ലൂരി ബാങ്കിൽ നിന്ന് ലോൺ എടുത്തപ്പോ കിണറൊക്കെ കടാണ്. പിന്നെ മേലെ വട്ടപ്പറമ്പ് എഞ്ചിനീയർക്ക് കല്ലും സാധനമൊക്കെ സിമെന്റ് കട്ട ഇറക്കി തന്നു. അപ്പൊ അതുകൊണ്ട് കിണറിന്റെ നന്നായിട്ട് പണിയെടുത്തു. തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ ഒരു പുതിയ മാതൃക സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാവി പദ്ധതികളുടെ ആലോചനകൾ ഏതു വിധത്തിലാണ് മുന്നോട്ട് പോകുന്നത്? ഞങ്ങൾ ആദ്യം മുതൽ തന്നെ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, വികസനത്തെ പറ്റിയിട്ടുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അതിൽ ഞങ്ങളുടെ പഞ്ചായത്തിന്റെ ഒരു പ്രത്യേകത എടുത്തു പറയേണ്ടതാണ്. ഈ പഞ്ചായത്ത് 73-ലാണ് ഉണ്ടാവുന്നത്. കേരളത്തിലെ ഏറ്റവും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഒരു പഞ്ചായത്താണ്. ഞങ്ങളുടെ ഓൺ ഫണ്ട് എന്നൊക്കെ പറഞ്ഞാൽ
വളരെ വളരെ ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിൽ തന്നെ ഏറ്റവും പിറകിലാണ്. ഞങ്ങളുടെ പിറകിൽ വേറെ ആരെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്ന് വെച്ചാൽ ഒരു 4 പഞ്ചായത്തുകളുടെ വാല് ചേർന്നിട്ട് ഉണ്ടായ ഒരു പഞ്ചായത്താണ്. അപ്പോൾ 4 വാലുകൾ ചേർന്ന ഒരു വലിയ വാലാണ് സ്വാഭാവികമായിട്ടും ഉണ്ടായത്. അപ്പോൾ അത് ചരിത്രപരമായ കാരണങ്ങളാൽ എല്ലാ മേഖലയിലും ഞങ്ങൾ വളരെ പിറകിലാണ്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് പൊതുവെ വികസനം എന്ന് പറഞ്ഞാൽ ആളുകളുടെ ഒരു ധാരണ എന്താണ്, റോഡും ഈ ഒരു കെട്ടിടങ്ങളും, അതിനപ്പുറത്തേക്ക് വികസനത്തിന്റെ ഒരു ശ്രദ്ധ പോകുന്നില്ല. അപ്പൊ അത് മാറണം. ഒറ്റയടിക്ക് സാധിക്കുന്നുള്ളതല്ല, ഇപ്പൊ സാധിച്ചിട്ടുണ്ടെന്നും ഞാൻ പറയില്ല. പക്ഷെ ഞങ്ങൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ബദൽ വികസനം എന്ന ഒരു സംഗതി തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഗ്രാമസഭകളിലൊക്കെ പറയാറുള്ളൊരു കാര്യം, റോഡിന്റെ കാര്യം മുണ്ടരുത് എന്ന് തമാശയ്ക്ക് പറയാറുണ്ട്. അത് ഏറ്റവും ലാസ്റ്റ് പ്രയോറിറ്റി ആയിട്ടാണ് ഞങ്ങൾ പലപ്പോഴും കൊടുക്കാറുള്ളത്. ഒന്നിപ്പോൾ കുടിവെള്ളം, അതുപോലെ കാർഷിക മേഖലയിലുള്ള ഇടപെടലുകളുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ ഞങ്ങൾ സഫലം എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കുട്ടികളുടെ ഒരു നിലവാരം ഉയർത്തുക എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ ഗവൺമെന്റ് എല്ലാ ക്ലാസ്സിലും ഡിജിറ്റൽ ക്ലാസ് മുറികളൊക്കെ ആക്കുക എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ആ പ്രോഗ്രാമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പഞ്ചായത്തിന്റെ കീഴിലുള്ള ഒരു സർക്കാർ ഒരു LP സ്കൂളുണ്ട്. ആ സ്കൂള് ഈ ജൂൺ 1-ാം തീയതി ആകുമ്പോഴേക്ക് തന്നെ എല്ലാ ക്ലാസ് മുറികളും ഡിജിറ്റലായി ഒരു എന്താ പറയുക, എല്ലാ രീതിയിലും ഒരു മികച്ച സ്കൂളായിട്ടുള്ള അതിന്റെ പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റ് എയ്ഡഡ് സ്കൂളുകളിലും അത്തരം പ്രവർത്തനങ്ങൾ ഞങ്ങൾ അതിനുള്ളൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു മേഖല നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പട്ടികജാതി വികസനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾക്കൊരു തുടക്കം കുറിച്ചിട്ടുണ്ട്. 1-2 കൊല്ലം കൊണ്ട് കുറെ കൂടി ഒരു കാഴ്ചയിൽ വരാവുന്ന തരത്തിൽ അത് മാറുമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കിണർ കുഴിക്കൽ പോലെ തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പദ്ധതിയാണ് നല്ല ഭൂമി പദ്ധതി. ഈ 50 മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക് കവറുകളും ഫ്ലക്സുകളും ഒക്കെ നിരോധിക്കുകയും ശേഖരിച്ച മാലിന്യങ്ങൾ മുഴുവൻ റീസൈക്ലിംഗ് പ്ലാന്റിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഇപ്പോൾ സാധാരണ നഗരങ്ങളിലാണ് ഈ മാലിന്യ പ്രശ്നം ഏറ്റവും രൂക്ഷമായിട്ട് കാണാറുള്ളത്. ഗ്രാമങ്ങളിൽ ഈ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികളൊക്കെ വളരെ കുറവേ സാധാരണ ഉണ്ടാവാറുള്ളൂ. എന്തുകൊണ്ടാണ് പൂക്കോട്ടുകാവ് പഞ്ചായത്ത് ഇങ്ങനെ ഒരു മാലിന്യ നിർമ്മാർജ്ജനം എന്നുള്ളതൊരു പ്രധാന ലക്ഷ്യമായിട്ട് തെരഞ്ഞെടുക്കുന്നത്? വാസ്തവത്തിൽ ആദ്യം മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ ഒരു ചർച്ച വരുന്നത് തെരുവുനായയുടെ ശല്യമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. അപ്പോ നായ്ക്കളെ എവിടെ കണ്ടാലും അപ്പൊ മേനകാ ഗാന്ധിയെ തെറി വിളിക്കുക എന്നുള്ളൊരു രീതിയാണ് ഒരു ശരാശരി മലയാളിക്കുള്ളത്. അത് വളരെ വിഡ്ഢിത്തമാണ്. മേനകാ ഗാന്ധി അല്ല കേരളത്തിലെ തെരുവുനായയെ സൃഷ്ടിച്ചിട്ടുള്ളത്. തെരുവുനായയെ സൃഷ്ടിക്കുന്ന തെരുവുകൾ മലയാളി ഉണ്ടാക്കി എന്നുള്ളതാണ്. അതിന് ഏറ്റക്കുറച്ചിലുണ്ടാവും. ഞങ്ങളുടെ ഒരു ഗ്രാമമായതുകൊണ്ട് ഇപ്പോൾ ഒരു നഗരത്തിലേതുപോലെയൊന്നുമില്ല, പക്ഷെ ഉള്ളത് നമ്മൾ അഡ്രസ്സ് ചെയ്യണമല്ലോ. അപ്പൊ അങ്ങനെ ഈ ജൈവ മാലിന്യ സംസ്കരണത്തിന് വേണ്ടി എല്ലാ വീടുകളിലേക്കും ബയോഗ്യാസ് പ്ലാന്റുകളൊക്കെ കൊടുക്കാനുള്ള ഒരു പദ്ധതി ഇപ്പോൾ നിലവിലുണ്ട്. അത് തുടരും. മറ്റൊന്ന് പ്ലാസ്റ്റിക് മാലിന്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ നേരത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആയിരിക്കുന്ന ഒരു സമയത്ത് തന്നെ അതിനുള്ളൊരു പദ്ധതി ആലോചിച്ചതാണ്. പക്ഷെ അന്ന് പല കാരണങ്ങളുണ്ട് അത് നടന്നില്ല. ഇപ്പോൾ ഞങ്ങളിവിടെ പഞ്ചായത്തിന്റെ ഒരു സ്ഥലമുണ്ട്, ഒരു 10-20 സെന്റ് സ്ഥലം. അവിടെ ഒരു പ്ലാന്റ് നിർമ്മിക്കുകയാണ്. ഇപ്പൊ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഒരു മെഷീനറിയൊക്കെ ഇറക്കി കഴിഞ്ഞു. ഒരു 1-2 മാസത്തിനകം ആ പ്ലാന്റ് വരും. ഇപ്പൊ ഞങ്ങളെ ആളുകൾക്ക് എല്ലാ വീട്ടിലും ഒരു എന്താ പറയാ, ഈ പ്ലാസ്റ്റിക് ശേഖരിക്കാനുള്ള ഒരു ബാഗ് കൊടുക്കുന്നുണ്ട്. അതിന് ബ്ലോക്ക് പഞ്ചായത്ത് ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. ആ ബാഗിൽ പ്ലാസ്റ്റിക് കളക്ട് ചെയ്തിട്ട് ഈ റീസൈക്കിൾ പ്ലാന്റിൽ കൊണ്ടുവന്നിട്ട് അതിനെ തരം മാറ്റാനുള്ള ഒരു പദ്ധതിയാണ്. ഇപ്പോൾ പ്ലാസ്റ്റിക് മാലിന്യത്തെ ഒഴിവാക്കുക എന്നുള്ളതൊരു കേരളത്തിന്റെ വളരെ വളരെ മൗലികമായിട്ടുള്ളൊരു വികസന പ്രശ്നങ്ങളിൽ ഒന്നാണ്. ഞങ്ങളുടെ പഞ്ചായത്തിൽ അത് താരതമ്യേന കുറവാണ് എന്നുള്ളത് കൊണ്ട് ഞങ്ങളത് ഏറ്റെടുക്കേണ്ടതില്ല എന്ന അർത്ഥമില്ല. അത് ഏറ്റെടുക്കണം, അതിനൊരു മാതൃക കാണിക്കണം എന്നതുകൂടി ഞങ്ങൾക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു. അതുപോലെ ഫ്ലക്സിന്റെ ഒക്കെ ഒരു കാര്യത്തിൽ ഞാൻ വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി ഒരു കാര്യം നിങ്ങളോട് പറയാം. നിങ്ങൾക്കിവിടെ ഈ പഞ്ചായത്തിൽ എവിടെ സഞ്ചരിച്ചാലും ആ റോഡിന് 50,000 രൂപ തന്ന ഈ വാർഡിന്റെ വികസന നായകൻ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ വികസന നായകൻ, പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന ഒരു ബോർഡ് കാണാൻ സാധിക്കില്ല. ഒരുപക്ഷെ കേരളത്തിലധികം പഞ്ചായത്തുകളിൽ അത് ഉണ്ടാവില്ല. ഇവിടെ അത്തരം വികസന നായകന്മാരില്ല. ജനങ്ങളാണ് ഈ വികസനങ്ങളെല്ലാം ചെയ്യുന്നത് എന്ന പ്രാഥമികമായ ബോധ്യമുള്ളത് കൊണ്ട് അത്തരം എല്ലാ അശ്ലീലങ്ങളെയും പരമാവധി ദൂരേക്ക് മാറ്റി നിർത്തുക എന്നൊരു കാഴ്ചപ്പാട് ഞങ്ങൾക്കുണ്ട്. അപ്പൊ അതൊന്നും ഇവിടെ കാണില്ല എന്നർത്ഥം. ഫ്ലക്സ് നിരോധിച്ചു പറഞ്ഞ 2 തരം മാലിന്യങ്ങളെ ഞങ്ങൾ ഒറ്റയടിക്ക്, ഒന്ന് സാംസ്കാരിക മാലിന്യങ്ങളാണ്, മറ്റൊന്ന് പ്ലാസ്റ്റിക് മാലിന്യമാണ്.
അപ്പൊ ഈ രണ്ടു തരം മാലിന്യങ്ങളെ ഫ്ലക്സ് നിരോധിക്കുക എന്നുള്ള ഒരു ഉത്തരവിലൂടെ ഒറ്റയടിക്ക് നടപ്പാക്കാൻ സാധിച്ചു എന്നുള്ളതിന്റെ ഒരു ചെറുതല്ലാത്ത സന്തോഷം ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യണ്ടായി, പക്ഷെ ഇതിനൊരു തുടർച്ച ഉണ്ടായിട്ടില്ലെങ്കിൽ വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് ഇങ്ങനെ പോകുന്ന അവസ്ഥ ഉണ്ട്. അങ്ങനത്തെ ഉദാഹരണങ്ങൾ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു കോഴിക്കോട്ടെ മാസ് ആക്ഷൻ ഫോർ പ്ലാസ്റ്റിക് ഫ്രീ കോഴിക്കോട് എന്ന് പറഞ്ഞ പദ്ധതി. അത് കഴിഞ്ഞ് എന്തുണ്ടായി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. തുടർ പദ്ധതികളില്ലാതെ പലപ്പോഴും ഇതിന് തുടർച്ച ഉണ്ടാവാതെ പോകുന്നു. അപ്പോൾ എന്താണ് പൂക്കോട്ടുകാവ് ഈ തുടർ പ്രവർത്തനമായിട്ട് കാണുന്നത്? അത്തരം പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട്. ഇപ്പോ ഞങ്ങളൊരു 3-4 മാസം മുന്നേ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള എല്ലാ മാലിന്യങ്ങളും വീടുകളിൽ നിന്ന് ശേഖരിക്കുകയുണ്ടായി. അപ്പൊ അതിലെ റോട്ടിലെ മാലിന്യമൊക്കെ ഞങ്ങൾ പെറുക്കി. താരതമ്യേന ഇപ്പോൾ റോഡൊക്കെ കുറെ വൃത്തിയുള്ളതാണ്, എന്നാൽ പോലും നമ്മുടെ ഒന്നൊരു കൾച്ചറിൽ അതില്ലല്ലോ. അപ്പൊ വാസ്തവത്തില് വികസനം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യത്തിലുള്ള നമ്മുടെ ശീലങ്ങൾ, പ്രതികരണങ്ങളൊക്കെ സാമൂഹ്യ അവസ്ഥയായിട്ട് ബന്ധപ്പെടുത്തി പരിശോധിക്കേണ്ടതാണ്. നമ്മുടെ ഒരു സമൂഹത്തിന്റെ പ്രശ്നം ഒരു ഫ്യൂഡൽ മൂല്യബോധങ്ങളുള്ള ഒരു സമൂഹമാണ്. അപ്പോൾ അതിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും നമുക്ക് നേരിടും. ഞാൻ ആ കാര്യം ദീർഘമായിട്ട് പറയല്ല. ആ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറയാൻ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. അപ്പൊ ഇപ്പോ ഞങ്ങൾ കണ്ടിട്ടുള്ളൊരു കാര്യം, നേരത്തെ പറഞ്ഞ പോലെ ഈ പ്ലാന്റിലേക്ക് ആളുകളിൽ നിന്ന് വൃത്തിയുള്ള പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിച്ച് ഈ പ്ലാന്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഒരു കുടുംബശ്രീയോ, അതിന്റെ ഒരു വിശദാംശങ്ങൾ ആലോചിച്ചിട്ടില്ല, പ്ലാന്റ് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. ഒന്നുകിൽ കുടുംബശ്രീ മുഖാന്തരമൊക്കെ വണ്ടികളൊക്കെ ഏർപ്പാടാക്കി 1-2 മാസം കൂടുമ്പോൾ ഈ ആളുകൾ സൂക്ഷിച്ച പ്ലാസ്റ്റിക് ശേഖരിക്കണം. ഇപ്പൊ ഞങ്ങൾ ആൾക്കാരോട് പറഞ്ഞിട്ടുള്ളത് പ്ലാസ്റ്റിക് മാലിന്യം കത്തിക്കരുത്, റോട്ടിലേക്ക് ഇടരുത്, അത് സൂക്ഷിച്ച് വെക്കണമെന്നാണ്. കുറെ ആൾക്കാർ വെക്കുന്നുണ്ട്, പക്ഷെ ഇതൊന്നും നമ്മുടെ ഒരു ശീലമായിട്ട് വന്നിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഒറ്റയടിക്ക് സാധ്യമാവുന്നതല്ല. പക്ഷെ ഞങ്ങളത് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് ഇപ്പൊ അതിൽ ചെയ്യുന്നൊരു കാര്യം. എന്തായാലും അത് നടക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ പൊതുജന കൂട്ടായ്മകളെ വളരെ ഫലപ്രദമായിട്ട് പഞ്ചായത്തിന്റെ പദ്ധതികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണം ഇവിടെ നിന്നുണ്ട്. ഉദാഹരണത്തിന് അമ്പലപ്പള്ളി കമ്മിറ്റികളെയൊക്കെ നല്ല ഭൂമിയുടെ പങ്കാളികളാക്കിയതും, അതേപോലെ KSEB ജീവനക്കാരുടെ സഹകരണത്തോടുകൂടി വീടുകൾ വൈദ്യുതീകരിച്ചത് തുടങ്ങിയ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു കൂട്ടായ്മയെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്? ഇത് ഉപയോഗിച്ചിട്ടുള്ള ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ്? അത് അതിനൊരു സൈദ്ധാന്തികമായിട്ടുള്ളൊരു കാര്യമുണ്ട്. അതെന്താന്ന് വെച്ചാല്, ആരാണ് നിങ്ങളുടെ ഈ ജനാധിപത്യ സമൂഹത്തെ ഉണ്ടാക്കിയത് എന്നൊരു ചോദ്യമുണ്ട്. ഞാൻ എപ്പോഴും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതേതെങ്കിലും നേതാവ് ഉണ്ടാക്കിയതല്ല. നെഹ്റു ഉണ്ടായതുകൊണ്ട്, ഗാന്ധി ഉണ്ടായതുകൊണ്ട് അങ്ങനെയല്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പങ്കുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായി ജനങ്ങളുടെ കൂട്ടായ്മകളാണ് ജനാധിപത്യത്തെ ഉണ്ടാക്കുന്നതും അത് നിലനിർത്തുന്നതും. അതുകൊണ്ട് ആ കൂട്ടായ്മകളെ പരമാവധി ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നത്തെ കാലത്ത് അത് എളുപ്പമുള്ള കാര്യമല്ല. ഞങ്ങൾക്കും അത് വളരെ എളുപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ അത് നടക്കുന്നുണ്ട് എന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഞങ്ങളതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്, ആ ശ്രമത്തിന്റെ പിറകിലുള്ള കാര്യം ഇതാണ്. അത് കേവലം ഇപ്പൊ നിങ്ങൾ കുറെ പ്ലാസ്റ്റിക് പെറുക്കുക എന്നുള്ളതോ, ഞങ്ങളിപ്പോൾ ഒരു വൃക്കരോഗിയായിട്ടുള്ള ഒരു പയ്യന് വീട് വെച്ച് കൊടുക്കുന്നുണ്ട്, സ്നേഹ വീട് എന്ന് പറഞ്ഞിട്ട്. ആളുകളെ നിന്ന് പൈസ എല്ലാം കളക്ട് ചെയ്തിട്ടാണ്. വെച്ചാൽ അത് ഒരു പദ്ധതിക്ക് കാത്തു നിൽക്കാൻ സമയമില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ. അപ്പോൾ ജനങ്ങൾ അതിൽ പണി ഫ്രീ ആയിട്ട് തരുന്നുണ്ട്, ചിലർ കല്ല് തരും, അങ്ങനെ പലതുമാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കാണുക ഈ ഒരു ആളുടെ വീട് എന്നുള്ളതാ കാണുക. എൻ്റെ ഒരു കാഴ്ചപ്പാടില് അതൊരു റിസൾട്ടാണ്, ഒരു പക്ഷെ ഒന്നാമത്തെ റിസൾട്ടാണ്. പക്ഷെ അതിനപ്പുറത്ത് ഈ കൂട്ടായ്മയ്ക്ക് ഒരു റിസൾട്ട് ഉണ്ട്. ആ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ, ഈ കൂട്ടായ്മ കൂടി ചേർന്നതാണ് നിങ്ങളുടെ ജനാധിപത്യ സമൂഹം എന്നുള്ളതാണ്. പക്ഷെ ആളുകൾ ഈ ഒരു വീട്, അല്ലെങ്കിൽ നിങ്ങൾ 10 ആൾ ചേർന്ന് പ്ലാസ്റ്റിക് പെറുക്കിയാൽ ആ പ്രദേശം ക്ലീൻ ആയി എന്നുള്ളത് മാത്രമല്ല, അവിടെ വീണ്ടും ചിലപ്പോൾ വൃത്തികേടായിട്ട് വരാം. ആ വൃത്തികേടായി എന്നുള്ളത് കൊണ്ട് ഈ 10 ആൾ ചേർന്ന ഈ കൂട്ടായ്മ അസാധുവാവുന്നില്ല. എന്തുകൊണ്ടാവുന്നില്ല? അതാണ് ഞാൻ പറഞ്ഞത്. ഈ 10 ആളുടെ കൂട്ടായ്മ കൂടി ചേർന്നതാണ് ഈ ജനാധിപത്യ സമൂഹത്തിന്റെ രൂപീകരണം. അപ്പൊ അതിന്റെ സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളൊരു കാര്യം. ഇനി അതിപ്പോ ഞങ്ങളുടെ പുതിയ പദ്ധതിയിൽ ഞങ്ങളുടെ സ്കൂളുകൾ നവീകരിക്കാൻ അത്തരമൊരു പ്രോഗ്രാം ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അംഗൻവാടികൾ, വാസ്തവത്തിൽ അംഗൻവാടികളൊക്കെ ഈ കുട്ടികൾക്ക് വരാവുന്നൊരു സ്ഥലം മാത്രമല്ല, അത് കൗമാരക്കാർക്ക്, വൃദ്ധജനങ്ങൾക്ക്, ആ പ്രദേശത്തെ കുട്ടികൾക്ക് അവരുടെയൊക്കെ ഒരു ആനന്ദത്തിന്റെ ഒരു കേന്ദ്രമായിട്ട് മാറേണ്ടതാണ്. അങ്ങനെയൊന്നും മാറുന്നില്ല, ഇവിടെയും മാറിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതിനുള്ളൊരു ശ്രമം ഞങ്ങൾ നടത്തുന്നു. അപ്പൊ അതിലൊക്കെ ഈ കൂട്ടായ്മ സാധ്യമാവുമോ
എന്ന ഒരു ആലോചനയാണ് നടത്തുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, അതിന്റെ പിറകിൽ ഈ ഒരു ചോദ്യമാണ്, ആരാണ് നിങ്ങളുടെ ജനാധിപത്യത്തെ ഉണ്ടാക്കിയത് എന്ന ചോദ്യത്തിന് വ്യത്യസ്തമായ തരത്തിലൊരു ഉത്തരം നൽകാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് അതിന്റെ കാരണം. പ്രാതിനിധ്യത്തിന്റെ രാഷ്ട്രീയം, റെപ്രസെന്റേഷൻ പൊളിറ്റിക്സ് കൂടുതൽ ഉറക്കെ പറയേണ്ട ഒരു സാഹചര്യമാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ കൂടുതൽ അരികുവൽക്കരിക്കപ്പെടുന്ന ഒരു സമയമാണ്. അപ്പോൾ പൂക്കോട്ടുകുളം പഞ്ചായത്തിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വിദേശത്ത് പോകാൻ മറ്റുള്ള ധനസഹായങ്ങൾ സ്വരൂപിച്ചു കൊടുക്കുകയും മറ്റും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള പദ്ധതികൾ കൊണ്ട് മുന്നോട്ട് വയ്ക്കുന്ന കൃത്യമായ ഒരു ആശയം എന്താണ്? ആ പദ്ധതികളുടെ ഒരു വിപുലമായ സാധ്യതകൾ എന്തൊക്കെയാണ്? വാസ്തവത്തില് ഇപ്പോ ജനകീയാസൂത്രണത്തിന്റെ കഴിഞ്ഞൊരു 20 വർഷത്തെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഒരുപാട് മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്, എല്ലാവിടെയും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ കൂടുതലായിട്ടും ഈ ഒരു പശ്ചാത്തല വികസനത്തിലാണ് ഊന്നിയിട്ടുള്ളത്. അത് അത്യാവശ്യം തന്നെയാണ്. അതിന്റെ വലിയ തോതിലുള്ള ഗുണഭോക്താക്കൾ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലെ അപ്പർ ക്ലാസ് ജനതയാണ്. ഇതൊരു തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, അതാണ് സംഭവിച്ചതെന്ന് പറയാണ്. അതിന്റെ അരികു പിടിച്ചുകൊണ്ട് നമ്മുടെ പട്ടികജാതി കോളനികളിലൊക്കെ മാറ്റങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് അവിടെയൊക്കെ റോഡും വെളിച്ചവും ഒക്കെ തന്നെ ഉണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്കുള്ള എവിടെ ഒരു ബ്ലോക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനെ എങ്ങനെ മറികടക്കാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളൊരു കാര്യം. അതിൽ കണ്ട ഒരു സാധ്യതയാണ് ഇപ്പോൾ ഗൾഫിലേക്ക് അല്ലെങ്കിൽ വിദേശത്തേക്ക്, ഗൾഫിൽ നിന്നില്ല വിദേശത്തേക്ക് ആളുകളെ, ചെറുപ്പക്കാരെ പറഞ്ഞയക്കുക എന്നുള്ളത്. അത് ഒരു ഏക സാധ്യത അല്ല, അല്ലെങ്കിൽ അത് വിമർശന വിധേയമാണ് താനും. പക്ഷെ ഞങ്ങളത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ കേരളത്തിൽ കഴിഞ്ഞൊരു 10-40 വർഷത്തെ വികസനത്തിൽ എടുത്തു നോക്കിയാൽ പ്രവാസം വളരെ പ്രധാനപ്പെട്ട റോളുണ്ട് കേരളീയ വികസനത്തിൽ. അങ്ങനെ നോക്കുമ്പോൾ അതിൽ പട്ടികജാതിക്കാരന്റെ ഒരു സ്പേസ് എവിടെയാണുള്ളത്? ഇപ്പൊ എന്റെ പഞ്ചായത്തിൽ നിന്ന് അങ്ങനെ ഒരു സ്റ്റേബിളായി വിദേശത്തൊക്കെ പോയി ഒരു മെച്ചപ്പെട്ട അവസ്ഥയിൽ വന്നിട്ടുള്ള ഒരു പട്ടികജാതിക്കാരനും ഇല്ല. ഇത് തന്നെയായിരിക്കും കേരളത്തിന്റെ പൊതുസ്ഥിതി. എന്ന് വെച്ചാല് കഴിഞ്ഞൊരു 30-40 വർഷത്തിനിടയിൽ കേരളത്തിന്റെ വികസനത്തിന് പ്രധാന കാരണമായിട്ടുള്ള ഒരു മേഖലയിൽ നിന്ന് പരിപൂർണമായും പട്ടികജാതിക്കാർ ഒഴിവാക്കപ്പെട്ടു. ഇങ്ങനെ നിങ്ങൾ ഓരോ മേഖല എടുത്തു നോക്കിയാലും ആ മേഖലയിലൊക്കെ ഇത് തന്നെയായിരിക്കും അവസ്ഥ. അതുകൊണ്ട് ഞങ്ങൾ ഇതിലൊന്നും ഇടപെടുന്നു. അല്ലാണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ഏറ്റവും ഐഡിയൽ എന്നുള്ളത് കൊണ്ടല്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു വിമർശനം ചോദിക്കാം, എന്തിനാണ് ഇവരെ അങ്ങോട്ട് പറഞ്ഞയക്കുന്നത്, അവരെ ഇവിടെ തന്നെ നിർത്തിക്കൂടെ? അതും സാധ്യമാണ്. വേറൊരു സാധ്യതയെ പറ്റി പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോ അങ്ങനെ വരുമ്പോൾ അവരുടെ വിദ്യാഭ്യാസം മറ്റു കാര്യങ്ങളിലൊക്കെ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടാവും. ഇപ്പോ ഞങ്ങളിവിടെ ഞാൻ നേരത്തെ സഫലം പദ്ധതിയെ പറ്റി പറഞ്ഞു. ഇപ്പോ 8-ലോ 9-ലോ 10-ലോ പഠിക്കുന്ന ഒരു കുട്ടിക്ക് എഴുതാൻ കൃത്യമായിട്ട് അറിയുന്നില്ല. നിങ്ങൾ ഈ കുട്ടികളെ തിരഞ്ഞാൽ ഈ കുട്ടി ഏത് കുട്ടിയാ? ഈ കുട്ടി പട്ടികജാതി കുടുംബത്തിൽ നിന്നുള്ള കുട്ടിയാണ്, അല്ലെങ്കിൽ 90%, അല്ലെങ്കിൽ മറ്റ് പിന്നാക്ക മേഖലയിൽ നിന്നുള്ള കുട്ടിയാണ്. അപ്പോ അതിനെ അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ആ കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ് അതും ചെയ്യുന്നത്. ഇപ്പോ വിദേശത്തേക്കുള്ളത് ഞങ്ങൾ മാത്രം വിചാരിച്ചാൽ നടക്കണ ഒരു കാര്യമല്ല. അത് മറ്റു ചില ഏജൻസികളുമായിട്ടൊക്കെ അതിനൊരു ടൈപ്പ് നടത്താൻ ആഗ്രഹിക്കുന്നു. ഒരു കുട്ടിയെ കഴിഞ്ഞ വർഷം വിടുകയുണ്ടായി കേട്ടോ. ഞാനൊരു പറഞ്ഞതൊരു 100 ആളെങ്കിലും സാധിക്കുമെന്നുള്ളതാണ്. ഒരു കുട്ടിയെ ഒരു മെച്ചപ്പെട്ട ജോലി അയാൾക്ക് നേടാനും അയാളിപ്പോൾ 2-3 മാസമായി വിദേശത്താണ് ഉള്ളത്. അപ്പോൾ ഞങ്ങളതിന് തുടക്കം കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ഞങ്ങളതിൽ മുന്നോട്ട് പോവും എന്നാണ് എനിക്കതിൽ തോന്നുന്നത്. ഗ്രാമവികസനത്തിൽ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്ക് വളരെ വലിയൊരു പ്രാധാന്യമുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തുള്ള ബാങ്കുകളെ സമീപിക്കുന്നതിൽ ഇപ്പോൾ മർജിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയും ഈ മൂലധനം മറ്റൊരു സ്ഥലത്ത് കേന്ദ്രീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട്. അത്തരത്തിൽ പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾ വഴി പണ ഇതര കാർഷിക പ്രവൃത്തികൾക്കുള്ള മൂലധന സമാഹരണവും വികേന്ദ്രീകരണവും ഏത് തരത്തിലാണ് പഞ്ചായത്ത് അഭിമുഖീകരിക്കുന്നത്? വാസ്തവത്തിൽ അതൊരു സാധ്യതയാണ്. ഞങ്ങൾ ആ ഒരു മേഖലയിലേക്ക് വേണ്ടത്ര വന്നിട്ടില്ല. ഒന്നാമത് നേരത്തെ പറഞ്ഞ 1-2 പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ സഹകരണ ബാങ്കുകളൊക്കെ ആണെങ്കിൽ ആ തരത്തിൽ ഞങ്ങളെ സഹായിക്കാൻ വലിയ സാധ്യതയുള്ള വലിയ ബാങ്കുകളുടെയൊക്കെ ഒരു ഞങ്ങളുടെ പ്രദേശത്തിന്റെ ഒരു പ്രശ്നം കാരണം കുറവുണ്ട്. എന്നാൽ പോലും ആ ഒരു സാധ്യത ആലോചിക്കാവുന്നതാണ്. അതിവിടെ കാര്യമായിട്ട് നടന്നിട്ടില്ല. മറ്റു തരത്തിലുള്ള ചില ധനസമാഹരണത്തെ പറ്റി ഞങ്ങൾ ഇത്തവണ ആലോചിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രവാസികളായ ഈ നാട്ടുകാരെ ഞങ്ങളൊരു പ്രവാസി സംഗമം വിളിക്കാൻ ആലോചിക്കുന്നുണ്ട് ഈ ഓണക്കാലത്ത്. അപ്പോൾ അവരെ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്.
ഞങ്ങളതിന് കൊടുക്കുന്ന ഒരു സ്ലോഗൻ. അതുപോലെ ഇത്തരം ബാങ്കുകളെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ പറ്റി ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അത് ചെയ്തിട്ടില്ല. മറ്റൊന്ന്, ഇപ്പോൾ ആഴ്ചച്ചന്തകൾ പുനരുജ്ജീവിപ്പിക്കേണ്ടായി. ഇപ്പോൾ അത് ചന്ത എന്നതിനപ്പുറം അതിനൊരു കൂട്ടായ്മയുടെ രാഷ്ട്രീയം ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ആഴ്ചച്ചന്തകൾ വീണ്ടും തുടങ്ങാൻ തീരുമാനിക്കുന്നത്? ആഴ്ചച്ചന്തയില് ഒന്ന് ഞങ്ങൾ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെയുള്ള കർഷകരുടെയും കുടുംബശ്രീയിലുള്ള സ്ത്രീകളൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ ഉൽപ്പന്നങ്ങൾ ഇപ്പൊ വിൽക്കാനൊരു സ്ഥലമില്ല. അപ്പോൾ അതിനുള്ളൊരു സ്ഥലം എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ ഈ ഇങ്ങനൊരു ചന്ത തുടങ്ങാൻ വേണ്ടി ആലോചിച്ചത്. അപ്പോൾ അതിപ്പോൾ വന്നിട്ടില്ല. ഇപ്പൊ ഈ വേനൽക്കാലമൊക്കെ ആയതുകൊണ്ട് പച്ചക്കറി ഒന്നും നാട്ടിൽ അങ്ങനെ വാസ്തവത്തിൽ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നമുക്ക് ഈ വേനലിൽ അങ്ങനെ ഉണ്ടാക്കാൻ സാധിച്ചില്ല. അപ്പോൾ അടുത്ത ഓണത്തിനൊക്കെ അത് വലിയ പദ്ധതിയായിട്ട് ഞങ്ങളിവിടെ കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള കർഷകരുടെയും കുടുംബശ്രീയിലെ സ്ത്രീകളുടെയും അവരുണ്ടാക്കുന്ന നാടൻ ഉൽപ്പന്നങ്ങൾ, വിഭവങ്ങൾ എന്തു തന്നെയായാലും അത് വിൽക്കാനുള്ള ഒരു സ്ഥലം എന്നതാണ് ചന്തയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഒരു 1-2 മാസത്തിനകം, ഇപ്പൊ ചന്ത വളരെ ലൈവാണ്, പക്ഷെ ഈ പറഞ്ഞത് വേണ്ടത്ര ഞങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ വന്നിട്ടില്ല. 1-2 മാസത്തിനകം ഇവിടെ ഒരു പച്ചക്കറി ക്ലസ്റ്റർ ഉണ്ട്. അതിന്റെ നേതൃത്വത്തിൽ ഇക്കാര്യത്തിനുള്ള ഒരു ആലോചന നടന്നിട്ടുണ്ട്, തീരുമാനം ഉണ്ടായിട്ടുണ്ട്. മിക്കവാറും അടുത്ത ആഴ്ചയൊക്കെ തന്നെ അത് ആരംഭിക്കും. ഇപ്പോൾ വിപണനത്തിന് ചന്തകളുണ്ട്. കൃഷി നമ്മുടെ അടിസ്ഥാന മേഖല ഇപ്പോഴും ഏതാണ്ടൊക്കെ കൃഷി തന്നെയാണ്. കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനുള്ള പദ്ധതികൾ, അതിനുള്ള സഹായങ്ങൾ എന്തൊക്കെയാണ് പഞ്ചായത്ത് ചെയ്യുന്നത്? കഴിഞ്ഞ തവണ ഞങ്ങള് നെൽവിത്ത് പൂർണ്ണമായും സൗജന്യമായി കർഷകർക്ക് കൊടുക്കേണ്ടായി. അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി. തൊഴിലുറപ്പ് പദ്ധതി നെൽകൃഷിയുമായിട്ട് ബന്ധപ്പെടുത്തി ചെയ്യുന്നതിൽ നിയമപരമായ തടസ്സങ്ങളുണ്ട്, അതങ്ങനെ ചെയ്യാനാവില്ല. പക്ഷെ ചില കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കേണ്ടായി. പിന്നെ ഉഴവുകൂലി കൊടുക്കേണ്ടായി. അപ്പൊ ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിന് മുന്നത്തെ വർഷം ഉണ്ടായതിനേക്കാൾ കൂടുതൽ സ്ഥലത്ത് കഴിഞ്ഞ തവണ നെൽകൃഷി ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഈ വേനലിന്റെ ഒരു പ്രശ്നം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കി. അപ്പൊ ഇത്തവണയും സാധിക്കുമെങ്കിൽ 2 വിളയ്ക്കും നെൽവിത്ത് പരിപൂർണമായും സൗജന്യമായി കൊടുക്കണം എന്നാണ് കണ്ടിട്ടുള്ളത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ നെല്ല് കൃഷി ചെയ്യുക എന്നുള്ളത് വെള്ള സംരക്ഷണത്തിന്റെ കൂടി ആളുകൾ വളരെ സിമ്പിൾ ലോജിക്കാണ് ഉണ്ടാക്കുക. കാരണം 25 റുപ്യക്ക് അരി കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ 2 റുപ്യക്ക് റേഷൻ കടയിൽ കിട്ടുന്നുണ്ട്, ചിലപ്പോൾ കാശില്ലാണ്ടിയും കിട്ടുന്നുണ്ട്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ കഷ്ടപ്പെടുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഊർജത്തിന്റെ ഒരു രാഷ്ട്രീയം വളരെ പ്രധാനമായ ഒരു കാലമാണ് ഇപ്പോഴത്തെ. അപ്പോൾ ഈ കിണർ കുഴിക്കൽ പോലെ ഒരുപക്ഷെ നാളെ പൂക്കോട്ടുകാവിനെ കേരളം മുഴുവൻ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു പദ്ധതിയാവും പണിയറയിൽ ഒരുങ്ങുന്ന സോളാർ പദ്ധതി. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? സോളാർ ഞങ്ങൾ നേരത്തെ തന്നെ ആലോചിച്ചിട്ടുള്ള ഒരു സ്വപ്ന പദ്ധതി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിൽ പെട്ടതായിരുന്നു. പിന്നീട് ഞങ്ങൾക്ക് അത് പണം വേണ്ടത്ര ലഭ്യമല്ലാത്തതുകൊണ്ട് അത് ഉപേക്ഷിച്ചു. പിന്നെ ഇപ്പൊ ഈ മാർച്ച് അവസാനം വളരെ പെട്ടെന്നാണ് അതിനുള്ളൊരു ഫണ്ട് യാദൃശ്ചികമായിട്ട് ഞങ്ങൾക്ക് ലഭ്യമായത്. ആ ഫണ്ട് വന്നപ്പോൾ ഒരു 17 ദിവസമാണ് ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നത്. ഈ 17 ദിവസം കൊണ്ട് ഈ പദ്ധതി ഉണ്ടാക്കി അംഗീകരിച്ച് അതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയാൽ ഏപ്രിലിൽ ഈ പണം എടുക്കാം. ഇത് വേൾഡ് ബാങ്കിന്റെ ഒരു ഫണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്തെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഞങ്ങളൊരു ശ്രമം നടത്തി. അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവനക്കാരെല്ലാം നന്നായി നിന്നപ്പോൾ ഈ പദ്ധതി ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോവാണ്. അത് 30 കിലോവാട്ട് കറണ്ട് ഉണ്ടാക്കുകയാണ്. അത് ഓൺ ഗ്രിഡ് ചെയ്യുക, KSEBിക്ക് നമ്മൾ കൊടുക്കുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് അതൊരു ചെറിയ വരുമാനം കൂടി ആവും. ഒരു 15,000-20,000 റുപ്യ വെച്ച് നമുക്ക് പഞ്ചായത്തിന് KSEB ഒരു മാസം തരണം. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ചെയ്യുന്ന ആദ്യത്തെ പഞ്ചായത്ത് ഞങ്ങളുടേതായിരിക്കും എന്നാണ് തോന്നുന്നത്. അപ്പൊ അതിന്റെ പിറകിൽ നേരത്തെ പറഞ്ഞൊരു പൊളിറ്റിക്സ് ഉണ്ട്. അതിപ്പോ കേരളത്തിൽ ആദ്യമായി ചെയ്യുക എന്നുള്ളൊരു മേനിയുടെ പ്രശ്നം അല്ല ഉള്ളത്. നമ്മള് ഇപ്പൊ വികസനത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ജീവിതം കുറെ കൂടി സൗകര്യമുള്ളതാക്കാൻ വേണ്ടി എടുക്കുമ്പോ തീരുന്ന സാധനങ്ങളാണ് കൂടുതലായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എടുക്കുമ്പോ തീരാത്ത സാധനങ്ങൾ അവിടെ കിടക്കുകയാണ്. അതിലേക്ക് നമ്മൾ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും ശ്രദ്ധ എന്ന് പറയുന്നത് സംസാരത്തിൽ തീരും. ഇപ്പൊ എനിക്ക് ഇതിന്റെ ഒരു അനുഭവം പറയാം. ഈ കാര്യമായിട്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോ എല്ലാവരും സോളാർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ മിക്കവാറും ആളുകൾക്ക് ഇതിനെപ്പറ്റി നമുക്ക് അതിന്റെ ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള വശങ്ങളെ പറ്റി അറിയില്ലല്ലോ. അപ്പൊ അത് ചോദിക്കുമ്പോ അപ്പോഴാണ് ഇങ്ങനെ പറയുന്നു എന്നുള്ളതല്ലാതെ
ഇത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം, എന്താണ് അതിന്റെ നിയമപരമായിട്ടുള്ള കാര്യം, എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ പറ്റി കുറച്ച് ആളുകൾക്കേ അറിയുള്ളൂ. എന്തുകൊണ്ടാണ്? ഈ കാര്യങ്ങൾ അങ്ങനെ ആരും ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിച്ചു കൂട്ടും. ഇത് നമ്മുടെ നാട്ടിലൊരു വലിയ പ്രശ്നമാണ്. അപ്പോ അങ്ങനെ പറഞ്ഞു കഴിച്ചു കൂട്ടാതെ നമ്മൾ ചിലത് ചെയ്യുക, എടുത്താലും തീരാത്ത സൂര്യപ്രകാശത്തിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ആ ഒരു പൊളിറ്റിക്സ് കൂടി ഉണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളൊക്കെ പുതിയ വർഷത്തില് അത്തരം പദ്ധതികളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വിവാദങ്ങളൊക്കെ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. ഇത് ഉദ്ദേശിക്കുന്നത് വീടുകളിൽ സോളാർ പാനൽ അല്ലല്ല, ഇത് ഒരു സ്ഥലത്ത്, ഇത് ഞങ്ങൾ പഞ്ചായത്ത് ഓഫീസിന്റെ റൂഫിൽ വെക്കാനാണ്, വീടുകളിലല്ല. സോളാർ എനർജിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നം ഇത് സ്റ്റോർ ചെയ്യാൻ, ബാറ്ററി വഴി സ്റ്റോർ ചെയ്യാനും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകളാണ്. അപ്പൊ ഗ്രിഡിലേക്ക് കണക്ട് ചെയ്യുന്നത് വഴി അങ്ങനത്തെ പ്രശ്നങ്ങളില്ല. ഒഴിവാക്കാനും പറ്റും. ഇതിനുള്ള ഒരു ഗുണം എന്താന്ന് വെച്ചാൽ ഇതിന് ആവർത്തന ചെലവില്ല, പിന്നെ വല്ലാതെ മെയിന്റനൻസ് വരുന്നില്ല. മാസത്തിൽ 1-2 തവണ ഒന്ന് ക്ലീൻ ചെയ്യേണ്ട ഒരു കാര്യമേ വരുന്നുള്ളൂ. അതുകൊണ്ട് ഒരു ആദ്യത്തെ ഒരു ഇനീഷ്യൽ ചെലവേ നമുക്ക് വരുന്നുള്ളൂ, പിന്നെ വല്ലാതെ ബുദ്ധിമുട്ടില്ല എന്നാണ് അതിന്റെ അനർത്ഥമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടത്. ആ ഒരു അർത്ഥത്തിലാണ് അത് വ്യത്യസ്തമാവുന്നത്. അതെ, അതുകൊണ്ടാണ് നമ്മൾ വീട്ടിലൊക്കെ പലപ്പോഴും പ്രശ്നം വരാറുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ബാറ്ററി വെക്കുകയാണല്ലോ. അപ്പൊ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. KSEBക്ക് ഇലക്ട്രിസിറ്റി കൊടുക്കാവുന്നതാണ്. അങ്ങനെ KSEBയെ ഇപ്പൊ ഞാൻ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാല് ഞങ്ങളുടെ പഞ്ചായത്തിന്റെ അതിന്റെ സമീപത്തെ ട്രാൻസ്ഫോർമർ നിൽക്കുന്ന ഒരു ചുറ്റളവുണ്ട്. ആ ചുറ്റളവില് വൈദ്യുതി എത്തിക്കേണ്ട ബാധ്യതയിൽ നിന്ന് ഞങ്ങൾ KSEBയെ രക്ഷപ്പെടുത്തുകയാണ്. അതാണ് അതിന്റെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പൊ എല്ലാ ഞങ്ങളെക്കാൾ സമ്പത്തുള്ളവരാണ് കേരളത്തിലെ എല്ലാ പഞ്ചായത്തും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വലിയൊരു ബാധ്യതയിൽ നിന്ന് KSEBക്ക് ഒഴിവാവാമല്ലോ. പരിപ്രേക്ഷ്യം 2020 എന്ന വികസന പ്ലാൻ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് വികസന പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത്. ജനങ്ങൾക്ക് 2 വർഷത്തിന് ശേഷം നടപ്പാക്കിയ പദ്ധതികളെ വിലയിരുത്താനും വിമർശിക്കാനുമുള്ള അവസരമുണ്ട്. ശ്രദ്ധ ചെലുത്താൻ ഉദ്ദേശിക്കുന്ന മറ്റ് മേഖലകള്, പദ്ധതികള് എന്തൊക്കെയാണ്? അതില് ഞങ്ങൾ ഓരോ വർഷം ഓരോന്നെടുത്തിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ വർഷം ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞൊരു കാര്യം, 2ാമത്തെ വർഷം ഞങ്ങളുടെ അവസാനിക്കുമ്പോൾ 2-3 കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നിപ്പോ ഈ കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും. അതുകൂടാതെ ഒന്ന് അംഗൻവാടികളുടെ വികസനമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ സമൂഹത്തില്, കേരളത്തിൽ പൊതുവെ എടുത്താല് ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്ന 2 വിഭാഗം കുട്ടികളും വയോജനങ്ങളുമാണ്. നല്ല ബുദ്ധിമുട്ടാണ് അവരുടെ. അപ്പൊ അവർക്ക് കുറച്ചുകൂടി ഒരു സൗകര്യം, മെച്ചം, സന്തോഷം, വികസനം എന്ന് പറയുന്നത് ആത്യന്തികമായി മനുഷ്യന്റെ സന്തോഷങ്ങളാണല്ലോ. ആ സന്തോഷം ഉണ്ടാകുന്ന കേന്ദ്രങ്ങളായി എങ്ങനെ അംഗൻവാടികളെ മാറ്റിയെടുക്കാൻ പറ്റും? ഇതാണ് ഞങ്ങളുടെ മുമ്പിലുള്ള ഈ വർഷത്തെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. അതേപോലെ മറ്റൊന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്കൂളുകളാണ്. മറ്റ് സ്കൂളുകൾ എയ്ഡഡ് ആണെന്നുള്ള പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അതിന് നേരത്തെ സൂചിപ്പിച്ച ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി എങ്ങനെ എയ്ഡഡ് സ്കൂളുകളിലും ഒരു വിഭവ സമാഹരണം നടത്തി അതിന്റെ ചുറ്റുപാടുകളെല്ലാം മെച്ചപ്പെടുത്തി മികച്ച വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റും. ഇതാണ് ഞങ്ങൾ 2ാമത് വെച്ചിട്ടുള്ള ഒരു കാര്യം. മറ്റൊന്ന് പാലിയേറ്റീവ് മേഖലയില് വാസ്തവത്തില് ഞങ്ങള് ഈ കമ്മ്യൂണിസ്റ്റുകാരെ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, സ്വയം വിമർശനം. അത് വല്ലപ്പോഴും മാത്രം ഉപയോഗിക്കേണ്ടതാണ്. കഷ്ടകാലത്തിന് നമ്മളൊരു ദിവസത്തിൽ 10 പ്രാവശ്യമെങ്കിലും പറയും. അപ്പൊ അങ്ങനെ പറയാൻ പാടില്ല. അപ്പൊ ഞാൻ ആ ഒരു വാക്ക് അപൂർവമായിട്ട് ഉപയോഗപ്പെടുത്തി പറയട്ടെ. ഞങ്ങള് വേണ്ടത്ര മുന്നോട്ട് പോയിട്ടില്ലാത്തൊരു മേഖലയാണത്. കുറെ കാര്യങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും നടക്കണതൊക്കെ ഇവിടെയും നടക്കുന്നുണ്ട്. വീട്ടുകൾ പോകുന്നുണ്ട്, ശുശ്രൂഷിക്കുന്നുണ്ട്, കിടപ്പ് രോഗികളെ നോക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ അത് മാത്രം പോരാ. അതിലപ്പുറത്തേക്ക് പാലിയേറ്റീവ് മേഖലയെ കുറെ കൂടി ജനകീയമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യമുണ്ട്. അതും ഈ വർഷം നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന് ഞാൻ പറഞ്ഞ ഈ പട്ടികജാതി മേഖലയിലെ, അത് വ്യക്തിപരമായിട്ട് ഞാൻ പറയാം, എനിക്ക് വളരെ ദുഃഖവും നിരാശയും തോന്നുന്ന ഒരു മേഖല കൂടിയാണത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പുതിയ ഒരു വികസന പ്രക്രിയയും ഒരു വികസന സങ്കല്പവും രാഷ്ട്രീയ വിമുക്തമല്ലല്ലോ. ഇപ്പൊ പുതിയൊരു കാലത്തുള്ള ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വളർച്ചയുടെയൊക്കെ പശ്ചാത്തലത്തില് ജാതിയുടെ ഹൈറാർക്കി വളരെ ശക്തമാണ്. ഈ ഹൈറാർക്കിയില്
ഓരോരുത്തരും അവനവന്റെ ഒരു പൊസിഷൻ തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഈ തിട്ടപ്പെടുത്തിയിട്ട് ആളുകൾ അതിൽ ഹാപ്പിയാണ്. ഇപ്പോ ഞാൻ താഴെയാണ് എന്ന് ഞാൻ അങ്ങോട്ട് സമ്മതിച്ചാൽ പിന്നെ എനിക്ക് വേണ്ടി നിങ്ങൾ വല്ലാതെ കഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ. ഞാൻ സമ്മതിച്ചെന്നു, എനിക്കിങ്ങനെ ഒന്നിച്ചിരിക്കണമെന്നില്ല. ഈ ഹൈറാർക്കി പൊളിഞ്ഞ് ഈ തട്ട് ഒരേപോലെ വെക്കണമെന്ന് എനിക്കില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നത് എന്നുള്ളൊരു പ്രശ്നമാണ്. പലപ്പോഴും സോഷ്യലിസവും അല്ലെങ്കിൽ ഇതുപോലെയുള്ള സാഹോദര്യവും ജാതിരഹിത സമൂഹവും എല്ലാം സ്വപ്നം കാണുന്ന പ്രസ്ഥാനങ്ങളെ തന്നെ അപ്രസക്തമാക്കാൻ പോകുന്ന തരത്തിലാണ് ഈ ഹൈറാർക്കിയിലുള്ള ഒരു സമ്മത നിർമ്മിതി. അത് വളരെ ഭീകരമാണ്. കഴിഞ്ഞൊരു 10 കൊല്ലത്തിന്റെ ഇപ്പുറം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിച്ച് നോക്കില്ല. ഞാൻ മിക്കവാറും ദിവസങ്ങളിലൊക്കെ പട്ടികജാതി കോളനികളിലൊക്കെ പോകുന്ന ഒരാളാണ്. അപ്പോ ഞാൻ താഴെയാണ് എന്ന് ഞാനങ്ങോട്ട് സമ്മതിക്കുകയാണേ, അത് വല്ലാത്തൊരവസ്ഥയല്ലേ. അപ്പൊ അതിൽ നിന്നുകൂടി മോചിപ്പിക്കേണ്ടത്. നിങ്ങൾ താഴെയല്ല, ആരും നിങ്ങളുടെ മീതെയല്ല എന്ന് പറയേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിലെന്താന്ന് ഒരു കാര്യം എന്താന്ന് വെച്ചാല് ഈ പാരമ്പര്യത്തിന് പകരം യുക്തിയെ പ്രതിഷ്ഠിക്കലാണ്. ഒരു ആധുനിക സമൂഹത്തിന്റെ സൃഷ്ടി എന്ന് പറയുന്നത് കുറെ കെട്ടിടങ്ങളുടെ ഒരു ദൃശ്യമല്ല. അതിന്റെ അടിസ്ഥാനം പാരമ്പര്യത്തിന് പകരം യുക്തിയെ പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ്. ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതിന്റെ നേരെ തിരിച്ചായിട്ടുള്ള ഒരു കാര്യമാണ്. യുക്തിക്ക് പകരം പാരമ്പര്യങ്ങളെ പ്രതിഷ്ഠിക്കുക. അപ്പൊ ആ ഒരു കാലത്ത് ഈ പട്ടികജാതി മേഖലയുടെ വികസനമല്ല ഞാൻ പറയുന്നത്, റോഡും സൗകര്യങ്ങളും അല്ല പറയുന്നത്, അതിനപ്പുറത്തേക്കുള്ള ഒരു വിമോചനത്തിന്റെ കാര്യം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അത് എളുപ്പമാണെന്ന് പറയല്ല, ഞങ്ങളുടെ ഒരു പഞ്ചായത്തിന് മാത്രമായി സാധ്യമാണെന്നും പറയല്ല. പക്ഷെ പട്ടികജാതി മേഖലയിലെ വികസനം എന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു വിമോചനത്തിന്റെ തലമാണ്. അല്ലാതെ അവർക്ക് 4 സ്ട്രീറ്റ് ലൈറ്റ് കൊടുത്തിട്ട് പിന്നെ അങ്ങനെയാണ്, പിന്നെ അതൊരു ഔദാര്യത്തിന്റെ തലത്തിലാണ്. നിങ്ങൾക്ക് 4 സ്ട്രീറ്റ് ലൈറ്റ് ഞങ്ങൾ തന്നില്ലേ എന്ന മട്ടിലൊക്കെ പറയുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. അതിന്റെ ഒക്കെ അപ്പുറത്തുള്ള വളരെ വിശാലമായിട്ടുള്ളൊരു പൊളിറ്റിക്സ് പുതിയ സാഹചര്യത്തിൽ അതിലുണ്ട്. അത് കുറെ കൂടി ആ കാര്യത്തിൽ ഞങ്ങൾ മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. അതായത് കേവലം മെറ്റീരിയൽ ബെനിഫിറ്റിന് അപ്പുറത്തേക്കുള്ള ഒരു സാധ്യതകൾ പട്ടികജാതി വിഭാഗത്തിൽ നിന്നും കൂടി ഉയർത്തപ്പെടേണ്ടതുണ്ട്. അതെ, അതാ ഞാൻ പറഞ്ഞത്. വാസ്തവത്തില് നമ്മൾ ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഒരു ചരിത്രമായി ബന്ധപ്പെട്ട് ഇതിനെ പരിശോധിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് ദേശീയ പ്രസ്ഥാനത്തിൽ, സ്വാതന്ത്ര്യ സമരത്തിൽ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റിൽ ഒക്കെ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ തുടക്കം തൊട്ട് പട്ടികജാതി മേഖലയിൽ ഉൾപ്പെടെ അവിടെ നിന്നുള്ള ഈ പിന്നാക്ക ജനവിഭാഗങ്ങൾ കൂട്ടത്തോടെ പങ്കെടുത്തത്? അതിനൊരു കാരണമുണ്ട്. ഇന്ത്യ സ്വാതന്ത്ര്യം വാങ്ങിയാൽ 2 തരത്തിലുള്ള വിമോചനം സാധ്യമാവുമെന്ന് അവർ കണ്ടതുകൊണ്ടാണ്. ഒന്ന് ബ്രിട്ടീഷുകാരിൽ നിന്നുള്ള വിമോചനം, അത് മാത്രമായിരുന്നില്ല, ഈ ജാതീയതയിൽ നിന്നുള്ളൊരു വിമോചനം കൂടി ഉണ്ടായിരുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പാരമ്പര്യത്തിന്റെ സ്ഥാനത്ത് യുക്തിയെ പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ്. അപ്പോ അതിന്റെ കൂടി കാരണം കൊണ്ട് ഭാഗമായി ഈ പ്രക്രിയയിൽ സജീവമായിട്ടുള്ള കോടിക്കണക്കിന് ജനങ്ങളുണ്ട്. മനസ്സിലായില്ലേ? വലിയ തോതിൽ നമ്മൾ മുന്നോട്ട് പോയി, പക്ഷെ എവിടെയോ അതിനൊക്കെ ഒരു തടസ്സം സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഒരു തിരിഞ്ഞു നടത്തമാണിപ്പോ കേരളത്തിൽ ആകെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് തക്ക ഒരു യുക്തിരഹിത സമൂഹം സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോ ഞാൻ കേവലം വികസനം എന്ന് പറഞ്ഞിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. ഒരു യുക്തിരഹിതമായ ഒരു സമൂഹം സൃഷ്ടിക്കപ്പെട്ടാൽ പിന്നെ നിങ്ങളുടെ ഈ ഒരു പറയുന്ന സോക്കോൾഡ് ഒരു വികസനത്തിലും അതിൽ കഴമ്പുണ്ടാവില്ല. മനുഷ്യര് ഒരു സഹോദര തുല്യമായിട്ടുള്ള ഒരു അവസ്ഥയിൽ ജീവിക്കാൻ തയ്യാറല്ല എന്ന് ഓരോരുത്തരും സ്വയം കരുതുന്ന ഒരു നാട്ടിൽ കുറെ കെട്ടിടങ്ങൾ ഉണ്ടായിട്ടും റോഡ് ഉണ്ടായിട്ടും വലിയ കാര്യമില്ല. അപ്പൊ ആ ഒരു നിലയിലേക്ക് ജനങ്ങളെ ആകെ ഉയർത്തുക, പട്ടികജാതി ജനങ്ങളെ മാത്രമല്ല ജനങ്ങളെ ആകെ ഉയർത്തുക എന്നുള്ളതാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തോടും നമുക്ക് ചെയ്യാനുള്ള ഒരു നീതി എന്ന് ആണ് ഞാൻ കരുതുന്നത്. അതിന് പറ്റുന്ന പ്രവർത്തനങ്ങൾ ഇനിയും ആരംഭിക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ അതിന്റെ ഒരു സൂചന പറയാന്ന് മാത്രം. അതിന്റെ ചില കാര്യങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ട്, ഇപ്പൊ മുഴുവൻ പറയാനായിട്ടില്ല. ഞങ്ങളത് തുടങ്ങും, അതുറപ്പാണ്. മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ വികസനം എന്നത് ഒരു പദ്ധതിയായിട്ട് പഞ്ചായത്തോ അല്ലെങ്കിൽ ഭരണസമിതി മുന്നോട്ട് വെക്കുകയും ആ ഫ്രെയിമിനകത്തേക്ക് ജനങ്ങളെ കൊണ്ടുവരുന്ന പ്രക്രിയയ്ക്ക് പകരം ജനങ്ങൾ പദ്ധതികൾ മുന്നോട്ട് വെക്കുകയും വികസനം എന്നത് ആ പദ്ധതികളാവുകയും ചെയ്യുന്ന ഒരു റിവേഴ്സ് പ്രോസസ്സ്, കൂടുതൽ ജനാധിപത്യപരമായ ആ പ്രോസസ്സാണ് പൂക്കോട്ടുക പോലെ, ആലപ്പുഴ നഗരസഭ പോലെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഏകശിലാത്മകമായി ഇതിന്
നേരിടാൻ കഴിയുകയില്ല, ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ കഴിയുകയില്ല. ഏത് തലത്തിലാണ് നമ്മുടെ ത്രിതല പഞ്ചായത്ത് സംവിധാനം ഇത്തരത്തിലൊരു ജനകീയ വികസന രേഖയായിട്ട് നവീകരിക്കപ്പെടുന്നത്? സത്യത്തില് നമ്മുടെ ഒരു ജനാധിപത്യ സമൂഹം ഇപ്പോ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഞാനതിൽ വേണ്ടത്ര തൃപ്തനൊന്നുമല്ല. ഒരു ശ്രമം മാത്രമേ ഇപ്പോഴും ഞങ്ങളുടെ ഉള്ളൂ എന്നാണ് ഞാൻ പറയാ. അതിന്റെ ഒരു കാരണം എന്താന്ന് വെച്ചാല് സമൂഹം വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഈ ലോകമാകെ നശിച്ചാലും അതിന്റെ ഇടയിൽ കൂടെ ഞാനും എന്റെ കുട്ടികളും ഇതിന്റെ ഇടയിൽ കൂടെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകും എന്ന് കരുതുന്ന ജനങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആളുകളുടെ ഒരു കുറ്റല്ല, അത് ഗ്ലോബലൈസേഷനും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാമൂഹ്യമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആണ്. അതെല്ലാവരുടെയും അത് അങ്ങനെ തന്നെയാണല്ലോ, ഇത് ഇവിടെയും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ഒരു സ്വന്തം കാര്യത്തിനപ്പുറത്തേക്കുള്ള വളരെ വിപുലമായിട്ടുള്ള ഒരു ക്യാൻവാസിൽ കാര്യങ്ങളെ കാണാനും അവതരിപ്പിക്കാനും ഒക്കെ കഴിയുന്ന സ്വാഭാവികമായിട്ടുള്ളൊരു സമൂഹം ഇന്ന് ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയാം. പക്ഷെ ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീട്ടിലിരുന്നിട്ട് കാര്യമില്ല. അങ്ങനെ ഇല്ല, അതുകൊണ്ട് ഞാൻ എനിക്ക് തോന്നിയത് ചെയ്യാം എന്ന് പറയുന്നത് അതിനൊരു ബദലല്ലല്ലോ, ഇല്ലാത്തതിനെ ഉണ്ടാക്കലാണല്ലോ വേണ്ടത്. അപ്പൊ ആ അർത്ഥത്തിലുള്ള ഒരു ശ്രമം, ഞാൻ വീണ്ടും പറയുന്നു, ഒരു ശ്രമം എന്നേ അതിന് പറയാൻ പറ്റുള്ളൂ. എല്ലാവരും, ഞങ്ങൾ മാത്രമൊന്നുമല്ല, എല്ലാവരും അത്തരം ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളും വ്യക്തിപരമായിട്ടുള്ള കമ്മിറ്റ്മെന്റുകളും ഒക്കെ അനുസരിച്ച് ആ ശ്രമങ്ങൾക്ക് അതിന്റെ റിസൾട്ടുകളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും എന്നുള്ളതേ ഉള്ളൂ. അപ്പോ അത്തരമൊരു സമൂഹത്തിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് അതിൽ ചെയ്യാനുള്ള ഒരു കാര്യം. ഒറ്റപ്പെട്ട ഉദാഹരണങ്ങൾക്കപ്പുറം കേരളത്തിലാകെ ഇത്തരം പദ്ധതികൾ വ്യാപകമാകുന്ന ഒരു സാഹചര്യം വരേണ്ടതുണ്ട്. അപ്പോൾ അതിന് പഞ്ചായത്ത് പ്രസിഡന്റുമാരുൾപ്പെട്ട ഒരു സമിതി രൂപീകരിക്കുകയോ അതിപ്പോൾ ഗവൺമെന്റിനെ ഇത്തരം കാര്യങ്ങൾ സഹായിക്കാനായിട്ട് അങ്ങനെ എന്തെങ്കിലും പുതിയ ആശയങ്ങൾ എന്തെങ്കിലും മുന്നോട്ട് വെക്കാനുണ്ടോ? സത്യത്തില് അങ്ങനത്തെ സമിതികളൊക്കെ ഉണ്ട്. ഇപ്പോ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ ഒക്കെയുള്ള അസോസിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഈ ഒരു അർത്ഥത്തിൽ അത് വേറെ ചില അതിന്റെ റോളുകൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇങ്ങനെ ഇപ്പോ ഞാൻ പറയുന്നത് ഇവിടെ എന്നുള്ളതല്ല കേട്ടോ. കേരളത്തിലെ പല പഞ്ചായത്തുകളിലും നവീനമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. വളരെ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്ന എത്രയോ അധികം ജനപ്രതിനിധികളും ഒക്കെ തന്നെ നമുക്കുണ്ട്. അപ്പൊ അതിനെയൊക്കെ ഒന്ന്, ഇപ്പൊ ഞങ്ങൾ ചെയ്യാത്ത എത്രയോ കാര്യങ്ങൾ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടായിരിക്കും, നമുക്ക് അറിയാത്തതും മനസ്സിലാക്കാത്തതുമായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പൊ അതിനെയൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യാനും എല്ലാ സ്ഥലത്തേക്കും അത്തരം കാര്യങ്ങളെ വ്യാപിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ വേണ്ടതാണ്. അത് നടക്കുന്നില്ല. നിരവധി യാത്രകൾ ചെയ്യുന്ന ഒരാളാണ് എന്നറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൂക്കോട്ടുകാവിന്റെ പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് പാൻ ഇന്ത്യ എന്നൊരു കോൺസെപ്റ്റിനെ നോക്കി കാണുന്നത് തിരിച്ചും ഈ വൈരുദ്ധ്യങ്ങളെ എങ്ങനെയാണ് കാണുന്നതെന്നും കൂടെ അറിയാൻ. യാത്രകള് ഇപ്പൊ കുറച്ചങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഞാന് ഇന്ത്യയിലെ പല ഗ്രാമങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. എന്റെ ഒരു മോഹം ഇന്ത്യയിലെ ഗ്രാമങ്ങളെ പറ്റി ഒരു പുസ്തകം എഴുതണം എന്നുണ്ട്. ചില സ്ഥലങ്ങളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് എൻ്റെ ഒരു വലിയ മോഹമാണ്. അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള അത്ഭുതങ്ങൾ നിറഞ്ഞിട്ടുള്ള ജീവിതമുള്ള എത്രയോ ഗ്രാമങ്ങൾ ഇന്ത്യയിലുണ്ടല്ലോ. അപ്പൊ അതിനെ പറ്റിയിട്ടൊരു ഒരു പുസ്തകം എഴുതണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്, സാന്ദർഭികമായിട്ട് പറയാണ്. അപ്പോ ഇതിന്റെയൊക്കെ ഒരു യാത്ര ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, എല്ലാവരും സാധാരണ പറയുന്ന പോലെ തന്നെ നമ്മളുടെ നാട് ഇന്ത്യയിലെ മറ്റു ഗ്രാമങ്ങളൊക്കെ ആയിട്ട് അപേക്ഷിച്ചാൽ ഒരുപാട് മുമ്പിൽ തന്നെയാണ് പല കാര്യങ്ങളും. ഇപ്പോ കഴിഞ്ഞ ദിവസം ഇവിടെ ഒറീസയിൽ നിന്നുള്ള ഒരു ടീം വരുന്നുണ്ടായി. ഒരു കേന്ദ്ര നഗര വികസന മന്ത്രാലയത്തിൽ നിന്നുള്ള ഒരു പരിശോധനയ്ക്ക് വന്നതാണ്. അപ്പൊ നമ്മളുടെ ഇവിടെ അവര് വന്നപ്പോ ഞങ്ങൾ ഈ പട്ടികജാതി മേഖലയിലെ സ്ത്രീകളുടെ ഒരു മീറ്റിംഗ് അവര് ആക്സിഡന്റലി അങ്ങനെ അപ്പൊ വന്ന് പെട്ടതാണ്. ആ ഒരു മീറ്റിംഗ് നടക്കുകയായിരുന്നു. അപ്പൊ അവര് അത്ഭുതമായി. അപ്പൊ ജനങ്ങൾ സ്ത്രീകൾ പറയാണ്, വളരെ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾ അവരുടെ ആവശ്യങ്ങൾ ചിലത് വേണം, ചിലത് വേണ്ട, നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ അവർക്ക് വേണ്ട, ഇതൊക്കെ അവർ പറയായിരുന്നു. ഒരു തടസ്സവും ഇല്ലാണ്ട് പറയായിരുന്നു.
അപ്പൊ ഇത് കണ്ടിട്ട് ഇവര് അത്ഭുതപ്പെട്ടു പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കിണർ പണി വന്ന് 10-35 കിണർ നടക്കുക, അത് കാണാൻ വേണ്ടി വന്നു. അപ്പൊ അവര് പറഞ്ഞു ഇത് കേരളത്തിൽ മാത്രമേ നടക്കേണ്ടാവുള്ളൂ ഈ കാര്യങ്ങൾ എന്ന് അവര് പറയാം. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോ ഈ ജാതിയുടെ പ്രത്യേകിച്ച് ജാതിയുടെയൊക്കെ ചെറിയ ചെറിയ ലോകത്താണ് ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും. ഇപ്പൊ ഞാൻ കഴിഞ്ഞ വർഷത്തില് ഞങ്ങള് ഉത്തരാഖണ്ഡില് ഒരു യാത്ര പോയ സമയത്ത് ഹിമാലയാണ്. അപ്പൊ അവിടുത്തെ ജനങ്ങള് അവര് പറഞ്ഞു ഞങ്ങൾ BJPക്ക് വോട്ട് ചെയ്യുന്നവരാണ്. പക്ഷെ അവർക്ക് അവരുടെ MP-യുടെ പേരറിയില്ല, അവരുടെ MLA-യുടെ പേരറിയില്ല. എന്നുവെച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് കണ്ടിട്ടൊന്നുമില്ല. അപ്പൊ ആ MP ഒന്നും അവിടെ നല്ല താമസം, പക്ഷെ അവർ വോട്ട് ചെയ്യുന്നത് BJPക്കാണ്. അതങ്ങനെ ആ ഗ്രാമമുഖ്യനപ്പൊ പറയും എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് ഇന്ത്യയിൽ. അതിൽ നിന്നെല്ലാം കേരളവും സ്വാഭാവികമായിട്ടും പൂക്കോട്ടവും ഒരുപാട് വ്യത്യസ്തമാണല്ലോ. അപ്പൊ ഞാൻ ഭയപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റൊരു തരത്തിൽ, അതേപോലെയാണെന്നുള്ളതല്ല, മറ്റൊരു തരത്തിൽ പൂക്കോട്ടുകാവ് ഉൾപ്പെടെയുള്ള കേരളം തിരിഞ്ഞു നടക്കുന്നതിന്റെ വലിയ സൂചനകൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ പരമാവധി തടയിടുക എന്നുള്ളത് ഓരോ ജനാധിപത്യവാദിയുടെയും അടിയന്തര പ്രാധാന്യമുള്ള കടമയാണ് എന്ന് കരുതുന്ന ഒരാളാണ്. അപ്പൊ അതിന് നമ്മുടെ എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ഈ പഞ്ചായത്തിലെ വ്യത്യസ്തമായിട്ടുള്ള പദ്ധതി നിർവഹണത്തിലെ ഒരു ലക്ഷ്യമാണ്. പഞ്ചായത്തില് ഇപ്പൊ ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിക്കുകയുണ്ടായി. ശ്രദ്ധ എത്താത്തത് എന്ന് കരുതുന്ന ഇനി കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിക്കണം എന്ന് കരുതുന്ന മേഖലകൾ ഏതൊക്കെയാണ്? സ്വയം വിമർശനം എന്ന നിലയ്ക്ക് കണ്ടാൽ ഒന്ന് നേരത്തെ ഞാൻ പറഞ്ഞ പാലിയേറ്റീവിന്റെ മേഖലയിലുള്ള ഒരു കാര്യമാണ്. പാലിയേറ്റീവിൽ തന്നെ അവാന്തര വിഭാഗങ്ങളായിട്ട് പലതും ഉണ്ടല്ലോ. ഇപ്പോ മെന്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. ഇവിടെ ഒരു 18 കുട്ടികൾ ഈ പഞ്ചായത്തിലുണ്ട്. അസത്തിൽ ഞാൻ എപ്പോഴും ആലോചിക്കാറുള്ള കാര്യം, ഈ 18 വീടുണ്ട്, അവരുടെ ഒരു അവസ്ഥ എന്തായിരിക്കും, ആ വീടിന്റെ ഒരു അവസ്ഥ. അപ്പൊ അവർക്ക് ഒരു സന്തോഷമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ പഞ്ചായത്ത് ഒരു വികസിത സമൂഹമാണ് എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? ഇതർത്ഥമില്ല. അതേപോലെ ഞാൻ നേരത്തെ വൃദ്ധരുടെ കാര്യം പറഞ്ഞു. വളരെ ഏകാകികളും ദുഃഖിതരുമാണ് നമ്മുടെ വൃദ്ധജന വിഭാഗങ്ങളിൽ മഹാഭൂരിപക്ഷം. അതിൽ സമ്പത്തുള്ളവരും അതില്ലാത്തവരുമുണ്ട്. അപ്പൊ ആ മേഖലകളിലൊന്നും ഞങ്ങൾ വേണ്ടത്ര മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ്. വളരെ വ്യവസ്ഥാപിതമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്തു പോകുന്നു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് വളരെ അടിയന്തരമായി ചെയ്യേണ്ടത് എന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം. മറ്റൊന്ന്, ഇപ്പൊ കൃഷിയുടെ ഒരു ഇതുണ്ട്. നെൽകൃഷി ചെയ്യുന്ന അളവ് നമ്മൾ എന്തൊക്കെ പറയുമ്പോഴും അത് വേണ്ടതുപോലെ വർദ്ധിക്കുന്നില്ല. ചിലപ്പോൾ ഒരു വർഷം വർദ്ധിക്കേണ്ടവ അടുത്ത കൊല്ലം അത് അതിനേക്കാൾ താഴേക്ക് പോകുന്ന ഒരു അവസ്ഥ വരുന്നുണ്ടാവാം. അപ്പൊ അതിൽ കുറെ കൂടി ഇടപെടണം എന്നൊരു ആലോചന ഉണ്ട്. പഞ്ചായത്ത് ഭരണവുമായി ബന്ധപ്പെട്ടിട്ട് പദ്ധതികൾ നടപ്പാക്കുന്നതിലെ സമയപരിധികൾ, അത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? ചില സമയത്ത് ഒന്ന് നമ്മുടെ ഭരണ സംവിധാനം അടിമുടി മാറ്റി എഴുതണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ്. ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്തെ ആ രീതികൾ പലതും, ഇപ്പൊ ഞാനങ്ങനെ ഒരു ഭരണത്തിൽ വലിയ പരിചയമുള്ള ഒരാളൊന്നല്ല. ഞാന് സംഘടനയിൽ നിന്നിട്ടുള്ള ഒരാളായിരുന്നല്ലോ. അപ്പോൾ എനിക്കിപ്പോ ഈ 1.5 കൊല്ലത്തൊരു അനുഭവങ്ങളാണുള്ളത്. അത് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പൊളിച്ചെഴുതേണ്ടതുണ്ട് എന്നാണ്. ഞാനിപ്പോ എല്ലാത്തിന്റെയും വിശദാംശങ്ങൾ ഇവിടെ പറയല്ല. ഇപ്പൊ ചെയ്യേണ്ടതുണ്ട് എന്നുള്ള കാര്യം വളരെ യാഥാർത്ഥ്യമാണ്. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയോ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയോ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അതിപ്പോ ഉദ്യോഗസ്ഥരുടെ ഒരു കുറ്റമല്ല, ചിലത് കുറ്റമായിരിക്കാം, അല്ലാത്തതും സംഭവിക്കാന്നാണ് ഞാൻ പറയുന്നത്. അതിൽ വലിയ മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടതായിട്ടുണ്ട്. ഒന്ന്, നമ്മൾ ഇതിനെ ഒന്നും അങ്ങനെ കക്ഷി രാഷ്ട്രീയവൽക്കരിക്കാറില്ല എന്നുള്ളത്, അങ്ങനെ ഒരു കാര്യമുണ്ട്. അതിൽ ഞാനത് എല്ലായ്പ്പോഴും സ്പെസിഫിക്കായി പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും രാഷ്ട്രീയ വിഷയങ്ങളാണ്. പക്ഷെ എല്ലാ വിഷയങ്ങളും കക്ഷി രാഷ്ട്രീയ വിഷയങ്ങളല്ല. ഇത് പറയുമ്പോഴും ഞാനിത് വിശ്വസിച്ചോളണമെന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോ
ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇത് വിശ്വസിക്കുക കൂടി വേണമെന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. ഇത് പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല, ഞാനിത് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് അത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. രാഷ്ട്രീയത്തിൽ നിന്ന് മുക്തമായിട്ട് നിങ്ങൾക്കൊരു പ്രശ്നമില്ല. ഞാൻ പറഞ്ഞത് അതൊരു ഒരു രീതിയാണെന്ന് പറയാം. നിങ്ങൾക്ക് അങ്ങനെയാവാം. അതല്ല അവര് നമ്മൾ വോട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ് ആ വഴിക്ക് പോവാ, അങ്ങനെയാവാം. അപ്പൊ നിങ്ങൾ ഏത് വഴി സ്വീകരിക്കണമെന്നുള്ളത് ഈ റെസിസ്റ്റൻസിന്റെ കാരണങ്ങളിൽ ഒന്നാണ്. അപ്പോ ഞങ്ങളിവിടെ, അത് ഞാനെന്നുള്ളതല്ല, ഞങ്ങളിവിടെ പാർട്ടി എന്നുള്ള നിലയ്ക്കും ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു കക്ഷി രാഷ്ട്രീയം അത് ചെയ്യാൻ പാടുള്ളതല്ല. അത് ചെയ്യാറില്ല. അതിപ്പോഴല്ല കേട്ടോ, നേരത്തെ മുതൽക്ക് തന്നെ അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഞങ്ങളുടെ ഇവിടെ, അത് ഞാൻ നേരത്തെ പറഞ്ഞൊരു കൾച്ചറിന്റെ മാറ്റാണ്. അങ്ങനെ ഞങ്ങൾ ചെയ്യാറില്ല. അതുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞ ഭരണസമിതി ഇരിക്കുമ്പോഴും ഞങ്ങൾക്ക് അങ്ങനെ വലുതായിട്ട് പഞ്ചായത്തിന്റെ മുമ്പിൽ നിന്ന് ഒരു ധർണ, ഒരു സമരം അതൊന്നും ഇവിടെ അങ്ങനെ സാധാരണഗതിയിൽ പതിവുള്ളതല്ല. അതാണ് അതിന്റെ ഒരു കാര്യം. യഥാർത്ഥ സാംസ്കാരിക പ്രവർത്തനം എന്നുള്ളത് ജനങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തനമെന്ന് ജയദേവൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ജനാവിഷ്കാരം തന്നെയല്ലേ പുതിയ മാതൃകകൾ സൃഷ്ടിക്കുന്നത്? അത് മാർക്സ് എപ്പോഴും പറയാറുണ്ട്, ഈ ജനങ്ങളിൽ നിന്ന് പഠിക്കുകയും അവരെ പഠിപ്പിക്കുകയും വേണമെന്നുള്ളത്. നമ്മൾ പലപ്പോഴും അവരെ പഠിപ്പിക്കാൻ മാത്രമേ ഉള്ളൂ. അവർക്ക് പഠിഞ്ഞുകൊണ്ട് നിന്നിട്ട് നോക്കലുമില്ല. അവരെ പഠിപ്പിച്ചു എന്ന നാട്യത്തിൽ ഞാൻ ജീവിച്ചത് കൊണ്ട് കാര്യമൊന്നുമില്ല. ഇത് രണ്ടും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് രണ്ടും ചെയ്യുമ്പോഴാണ് നിങ്ങളൊരു മാർക്സിസ്റ്റാണ് എന്ന് പറയാൻ സാധിക്കുക. അപ്പോ ഞങ്ങളിവിടെ ഒരു പരിധി വരെ കേട്ടോ, അങ്ങനെയൊക്കെ പറയാൻ പറ്റൂ. ഇപ്പൊ അതാകെ പ്രാവർത്തികമാക്കണമെന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. ഒരു പരിധി വരെ അത്തരം കാര്യങ്ങൾ ഞങ്ങൾ ശ്രമിക്കണം. അങ്ങനെ വരുമ്പോ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ചില രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളോ മറ്റോ വന്നാൽ ഞങ്ങളതിൽ അസഹിഷ്ണുക്കളാവാറില്ല. ഇപ്പൊ എനിക്ക് തന്നെ ഇപ്പൊ വ്യക്തിപരമായിട്ട് ഇപ്പൊ ഇങ്ങനെ പല പ്രശംസകളും ഒക്കെ കിട്ടുന്നതിന്റെ കൂട്ടത്തിൽ കടുത്ത വിമർശനങ്ങൾ വരില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കോളനിയില് എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായിരുന്നില്ല ഒരു കുടിവെള്ള പ്രശ്നമാണ്. ഞാനത് എന്റെ തെറ്റാണ്. അത് അറിഞ്ഞ ഉടനെ ഞങ്ങൾ അവിടെ ഒരു മീറ്റിംഗ് വിളിച്ച് രാത്രി 8-9 മണിയായിരുന്നു. ഒരു 10-35 സ്ത്രീകളൊക്കെ ആളുകൾ. അപ്പൊ അവര് 1-2 ആളുകൾ കുറച്ച് രൂക്ഷമായിട്ട് തന്നെ അവര് പറയുണ്ടായി. അപ്പൊ ഞാൻ അതിനോട് ഒട്ടും പ്രകോപിതനാവുന്നില്ല. കാരണം അവരുടെ തെറ്റല്ല, എന്റെ തെറ്റാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ തെറ്റാണ്. അപ്പോ ഞങ്ങളുടെ ഈ തെറ്റിന് അവര് ഇതൊക്കെയല്ലേ പറയുന്നുള്ളൂ. നമ്മളതിനെ പരിഹരിക്കല്ലേ വേണ്ടത്. ഇത് പരിഹരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അതിന് പകരം നിങ്ങൾ അതിനെ വേറൊരു ആംഗിളിൽ എടുത്താല് അവിടെ ഒരു സംഘർഷം വരും. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഇപ്പോ അതുപോലെ ഇപ്പൊ 3 വാർഡ് കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ അവിടെ അത് കോൺഗ്രസിന്റെ നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടില്ലല്ലോ, അങ്ങനെയില്ല. അത് ഒരിക്കലും ഇല്ല. ഈ മറ്റു വാർഡുകളിൽ എന്തൊക്കെ നടക്കും അതൊക്കെ ഈ 3 വാർഡുകളിലും നടക്കും. കാരണം ഞങ്ങൾക്ക് ഈ പഞ്ചായത്താണ് ഒരു യൂണിറ്റ്, ഒരു വാർഡല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മളൊരു അവിശ്വാസം ഇല്ല. ഇപ്പൊ ഈ വാർഡിലെ ആളുകള്, ഈ കോൺഗ്രസ് ജയിച്ച വാർഡിലെ ആൾക്കാര് അവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി ആ മെമ്പറെ ഒന്നും വിളിക്കില്ല. അത് വോട്ടൊന്നും അത് നമ്മുടെ പാർട്ടിക്കാരെയൊക്കെ തന്നെയാ വിളിക്കുക. അപ്പൊ അത് ഇതുകൊണ്ടാണ് ഇതിനെ രാഷ്ട്രീയത്തിനെയും കക്ഷി രാഷ്ട്രീയത്തിനെയും എല്ലാ അർത്ഥത്തിലും എന്താ പറയാ ചേർന്നും വ്യത്യസ്തമായും കാണേണ്ടതുണ്ട്. ഇപ്പൊ പരസ്പരം ചേർന്നതുമാണ്. അതിലൊരു ഡയലറ്റിക്സ് ഉണ്ടല്ലോ, അത് നിങ്ങൾ ശരിക്കും അപ്ലൈ ചെയ്യേണ്ടത് തന്നെയാണ്. ഞങ്ങൾ അതിനൊരു ശ്രമം നടത്താറുണ്ട്.